بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. فمن دعا غير الإله أحدا يمنحه الخير ويكفيه الردى. فإنه لمن دعاه عابد سواء الجاهل والمعاند. وفي ثبوت النهي في الكتاب دلائل لمبتغي الصواب. يكفيك أن الله قال ادعوني كمثل ما قد قال فاعبدوني. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഈ വിജ്ഞാന സദസ്സിൽ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാന്യരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, ജ്യേഷ്ഠാനുജന്മാരെ, സഹോദര സഹോദരിമാരെ, സുഹൃത്തുക്കളെ, ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മാന്യരായ മറ്റു ശ്രോതാക്കളെ, എനിക്കേറ്റവും സുപരിചിതമായ എൻ്റെ നാടുപോലെ എന്നും മനസ്സിലുള്ള ഈ പെരിന്തൽമണ്ണയിൽ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഏതാനും കാര്യങ്ങൾ
നിങ്ങളുമായി സംസാരിക്കുവാനുള്ള അവസരം സർവശക്തനായ നാഥൻ കനിഞ്ഞേകിയിരിക്കുകയാണ്. ദീനിനെ സ്നേഹിക്കുന്ന, പരലോകമോക്ഷത്തിനു വേണ്ടി മനസ്സുരുകി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, ആ രൂപത്തിലുള്ള മരണം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ എൻ്റെ മുമ്പിലുള്ള ശ്രോതാക്കൾ, ഒരുപാട് കാര്യങ്ങൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, അല്ലാഹുവേ, ഞങ്ങളുടെ ഈ സംഗമം ഞങ്ങളുടെ മരണാനന്തരം ഞങ്ങൾക്ക് ഉപകരിക്കുന്ന ഞങ്ങളുടെ സാലിഹായ അമലുകളുടെ പട്ടികയിൽ ചേർത്തുകൊണ്ട് നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ സർവ്വദോഷങ്ങളും ഈ ഇൽമിന്റെ മജ്ലിസ് വിട്ടു പോകുന്നതിന്റെ മുമ്പ് റബ്ബ് സുബ്ഹാനഹു നമുക്കേവർക്കും പുറത്തു തരികയും അവന്റെ മഹത്തായ ദീനിനെ സ്നേഹിച്ചുകൊണ്ട് അത് ആചരിച്ചു പോരുന്ന സ്വാലിഹീങ്ങളിൽ ഉൾപ്പെട്ട് ജീവിക്കുക എന്ന നിലക്കുള്ള ആയുരാരോഗ്യം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, മനുഷ്യരായ നാം എല്ലാവരും ഈ ഭൂമിയിൽ വലിയ ഒരു ദൗത്യം നിർവഹിക്കുവാനുള്ള ബാധ്യത ഏൽപ്പിക്കപ്പെട്ടവരാണ്. ഇന്ന് മനുഷ്യൻ ഓരോ പ്രഭാതത്തിലും പത്രങ്ങളിലൂടെ കണ്ണോടിക്കുമ്പോൾ മനുഷ്യന്റെ നിർബന്ധമായ ബാധ്യതകളെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തുന്ന കാര്യങ്ങളല്ല അവൻ ചർച്ച ചെയ്യുകയും സംസാരിക്കുകയും വായിക്കുകയും ഒന്നും ചെയ്യുന്നത്. പലപ്പോഴും ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിന് ഒരു കാര്യവുമില്ലാത്ത അനാവശ്യമായ ഒട്ടേറെ വിവാദങ്ങളും തർക്കങ്ങളും രാഷ്ട്രീയ കൂട്ടുകെട്ടുകളെ സംബന്ധിച്ചും അഴിമതികളെ സംബന്ധിച്ചും കുതികാൽവെട്ടുകളെ സംബന്ധിച്ചും അതുപോലെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ ഒന്നാം പേജിൽ സ്ഥലം പിടിക്കുകയും താളുകളിലൂടെ നീങ്ങുമ്പോൾ രാജ്യത്ത് നടന്ന കൊലപാതകങ്ങളും ബലാത്സംഗങ്ങളും മോഷണങ്ങളും അപകടങ്ങളും അപകട മരണങ്ങളും വായിച്ചു തീർന്നാൽ ഒരു രാജ്യത്തിന്റെ ഏറ്റവും വലിയ അഭിമാനമായിക്കൊണ്ട് രാജ്യത്തെവിടെയോ നടക്കുന്ന കളികളും വിനോദങ്ങളും അതിന്റെ ബഹുവർണ്ണ കളറുകളിലൂടെ അടിച്ചുവിട്ട് ഇതാ ഇന്ത്യ രാജ്യം വലിയ അഭിമാനത്തിലെത്തിയിരിക്കുന്നു എന്ന് ഇന്ത്യയുടെ ഏറ്റവും വലിയ അഭിമാനവും ലക്ഷ്യവുമൊക്കെ ഏതാനും ആളുകൾ ഓടുകയും ചാടുകയും കളിക്കുകയുമൊക്കെ ചെയ്യുന്നതോട് അവസാനിക്കുന്നു എന്ന് തോന്നിക്കുന്ന നിലക്കുള്ള ചർച്ചകളും തർക്കങ്ങളും ആ രൂപത്തിലുള്ള വാർത്തകളും അത് സംബന്ധമായ ചർച്ചകളുമൊക്കെ മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒരു ജനസമൂഹം. ഈ സമൂഹം പലപ്പോഴും അവർ ചിന്തിക്കേണ്ടതെന്ത്, വായിക്കേണ്ടതെന്ത്, പഠിക്കേണ്ടതെന്ത് എന്നതിനെ സംബന്ധിച്ചുള്ള ചിന്തയിൽ നിന്ന് പോലും അവരുടെ മനസ്സുകളെ മാറി മാറി അകന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു ദുരന്തം. ഇതിനിടയിലാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ബാധ്യത എന്താണെന്നും നമുക്കിങ്ങനെ ഈ വിനോദവും ഈ അനാവശ്യമായ കാര്യങ്ങളിലും ഏർപ്പെട്ടുകൊണ്ട് സമയം കളയാനുള്ളവരാണോ നാം? നമ്മുടെ ലക്ഷ്യം എന്താണ്? നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത് എവിടെ നിന്നാണ്? എന്താണ് നമ്മുടെ ദൗത്യം? എങ്ങോട്ട് പോകണം? ഇതിനെ സംബന്ധിച്ചുള്ള ചർച്ചകളും തർക്കങ്ങളും വിവാദങ്ങളുമൊക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെ അനാവശ്യമായി ചിത്രീകരിക്കപ്പെടുകയും ആവശ്യമില്ലാത്തവ വളരെ അത്യാവശ്യമാണെന്ന് തോന്നിപ്പിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ. വേണ്ടത് ചർച്ച ചെയ്യുകയും പഠിക്കുകയും ചെയ്യാത്ത ഒരു കാലഘട്ടം. വേണ്ടാത്തതിന്റെ പിന്നിൽ ബഹുഭൂരിപക്ഷം ആളുകൾ ചർച്ചകൾക്കും തർക്കങ്ങൾക്കും നെട്ടോട്ടമോടുന്ന ഒരു കാലഘട്ടം. ഇവക്കിടയിൽ മനുഷ്യ സമൂഹത്തിന്റെ വിജയത്തിന് ആവശ്യമായതെന്തെന്ന് പറയാൻ, അത് ജനങ്ങളുടെ മുമ്പിൽ ഒരാളെയും ഭയപ്പെടാതെ സംസാരിക്കാൻ അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം ലഭിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. ജനങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് മനസ്സിലാക്കി സംസാരിക്കുന്ന പ്രസ്ഥാനം. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള ഇസ്ലാമിന്റെ സുന്ദരമായ മുഖം അനാവശ്യമായ കാര്യങ്ങളിൽ നിന്നും മാറി നിന്നുകൊണ്ട് ആവശ്യത്തിൽ ഊന്നി നിന്നുകൊണ്ട് സംസാരിക്കുന്ന പ്രസ്ഥാനം.
മഹാനായ നമ്മുടെ നേതാവ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനീഹി. ഒരു മനുഷ്യന്റെ ഇസ്ലാം നന്നാകുന്നതിൽപ്പെട്ടതാണ്. ഒരാൾ ശരിയായ മുസ്ലിമാകുന്നതിന്റെ ലക്ഷണം എന്താണ്? തർക്കുഹു, ആ മനുഷ്യൻ ഒഴിവാക്കലാണ്, മാ ലാ യഅനീഹി, തനിക്ക് ആവശ്യമില്ലാത്തത്, താൻ ചർച്ച ചെയ്യുകയോ മനസ്സിലാക്കുകയോ ചെയ്യേണ്ടതല്ലാത്ത അനാവശ്യമായ ഒട്ടേറെ കാര്യങ്ങൾ തനിക്കു ചുറ്റും നടമാടുമ്പോൾ അതിലേക്ക് തലയിട്ട് സമയം കളയാതെ, ഞാൻ മുസ്ലിമാണ്, മുസ്ലിം എന്ന നിലക്ക് എനിക്ക് ചില ഡ്യൂട്ടികളുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്, അതനുസരിച്ച് മുന്നേറുന്നവനാണ് ഇസ്ലാമിനെ നന്നാക്കിയവൻ എന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. എവിടെ നിന്ന് വന്നു പ്രിയപ്പെട്ടവരെ, നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടത്? അതാ നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആദിമ പിതാവായ ആദം അലൈഹിസ്സലാത്തു വസ്സലാമും നമ്മുടെ ഉമ്മയായ ഹവ്വാ റളിയല്ലാഹു അൻഹയും ഈ ഭൂമിയിലേക്കതാ മനുഷ്യവാസം ആരംഭിക്കുന്ന നേരത്ത് ഈ ലോകത്തേക്ക് ഇറങ്ങുമ്പോ അവരുടെ സൃഷ്ടാവായ നാഥൻ, നമ്മുടെ സൃഷ്ടാവായ നാഥൻ എന്താണ് പറയുന്നത്? فَإِمَّا يَأْتِيَنَّكُم مِّنِّي هُدًى فَمَن تَبِعَ هُدَايَ فَلَا خَوْفٌ عَلَيْهِمْ وَلَا هُمْ يَحْزَنُونَ وَالَّذِينَ كَفَرُوا وَكَذَّبُوا بِآيَاتِنَا أُولَٰئِكَ أَصْحَابُ النَّارِ هُمْ فِيهَا خَالِدُونَ. മനുഷ്യരെന്ന നിലക്ക് ആ മനുഷ്യരോട് നാഥന്റെ കൽപ്പന എന്താണ്? ഇതാ, നിങ്ങൾക്ക് എന്നിൽ നിന്നാണ് മാർഗനിർദ്ദേശങ്ങൾ വന്നുകൊണ്ടിരിക്കുക. ഈ ലോകത്ത് ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ നാം എങ്ങനെ ജീവിക്കണം എന്നതിന്റെ ദർശനം നമുക്ക് നൽകേണ്ടത് ഇവിടെയുള്ള മനുഷ്യരല്ല, ഇവിടെയുള്ള പാർട്ടികളല്ല, പ്രസ്ഥാനങ്ങളല്ല, നേതാക്കളല്ല, നായകന്മാരല്ല. അവർ ഒരിടത്ത് കൂടിയിരുന്നു കൊണ്ട് തീരുമാനിക്കുന്നതിനനുസരിച്ചുമല്ല നമ്മുടെ ജീവിതത്തിന്റെ ചലനങ്ങൾ ആവിഷ്കരിക്കപ്പെടേണ്ടത്. മറിച്ച് നമ്മുടെ ചലനത്തിന്റെ ഓരോ ഗതിവിഗതികളെ നിയന്ത്രിക്കേണ്ടത്, നാം അതിന് ക്രമീകരണം നൽകേണ്ടത് നമ്മെ സൃഷ്ടിച്ചവനായ സൃഷ്ടാവിന്റെ ദർശനത്തിൽ ഒന്നിനിന്നുകൊണ്ട് അതിനെ മാത്രം അനുസരിച്ചും ആശ്രയിച്ചും കൊണ്ടാണ്. അതാണ് റബ്ബ് പറയുന്നത്, ഫഇമ്മാ യഅ്തിയന്നകും മിന്നീ ഹുദാ, എന്നിൽ നിന്ന് നിങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ആ മാർഗനിർദ്ദേശങ്ങളെ ഫമൻ തബിയ ഹുദായ, എന്റെ മാർഗനിർദ്ദേശത്തെ ആര് പിൻപറ്റുന്നുവോ അവർക്കൊരിക്കലും ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല. ആ മാർഗദർശനത്തെ ആര് നിഷേധിക്കുന്നുവോ അതിനെ ആര് കളവാണ്, അതിലൊന്നും ഞങ്ങൾക്ക് താല്പര്യമില്ല, അതൊക്കെ വ്യാജമാണെന്ന് പറഞ്ഞ് അതിനെ ആര് നിഷേധിച്ച് തള്ളിക്കളയുന്നുവോ അവർക്ക് ശാശ്വതമായ നരകശിക്ഷയാണുള്ളത്, അതിൽ നിന്ന് അവർക്ക് കരകയറ്റമില്ല, അവരതിൽ നിത്യവാസികളാണ് എന്ന് വിശുദ്ധ ഖുർആനതാ 2-ാമത്തെ അധ്യായമായ സൂറത്തുൽ ബഖറയിലൂടെ വളരെ കണിശമായി മാനവ സമൂഹത്തെ പഠിപ്പിച്ചിരിക്കുന്നു. അതിലൂന്നി നിന്നുകൊണ്ടാണ് എനിക്കെന്റെ പ്രിയപ്പെട്ടവരോട് സംസാരിക്കുവാനുള്ളത്. അതിലൂന്നി നിന്നുകൊണ്ടാണ് മുജാഹിദുകൾക്ക് ആദർശം പറയാനുള്ളത്. മറ്റാരുടെയെങ്കിലും നേതാവിൽ നിന്ന് കിട്ടിയ ആദർശങ്ങളല്ല ഇത്. ഹിജാസിൽ ജനിച്ച മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ തലയിൽ നിന്ന് ഉത്ഭൂതമായ ആദർശങ്ങളിലേക്കല്ല ക്ഷണിക്കുന്നത്. ലോകത്തുള്ള ഏതെങ്കിലും മനുഷ്യന്മാരുടെ ആരുടെയെങ്കിലും തലയിൽ നിന്ന് ഉത്ഭൂതമായിട്ടുള്ള നിയമങ്ങളിലേക്കല്ല ക്ഷണിക്കുന്നത്. മനുഷ്യ മനസ്സുകൾ അറിയാവുന്നവനല്ലേ നാഥൻ. വലഖദ് ഖലഖ്നൽ ഇൻസാൻ വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു, മനുഷ്യന്റെ മനസ്സിലെ വിചാര വികാരങ്ങൾ അറിയാവുന്ന, അതെല്ലാം കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ള നാഥനല്ലേ മനുഷ്യനെ സൃഷ്ടിച്ചവൻ. ആ സൃഷ്ടാവിനെ അറിയൂ. സൃഷ്ടികൾക്ക് ആവശ്യമായ നിയമങ്ങൾ എന്ത്?
സൃഷ്ടികൾക്ക് യോജിക്കുന്ന നിയമങ്ങൾ എന്ത്? സൃഷ്ടികൾക്ക് വിജയം നൽകുന്ന നിയമങ്ങൾ എന്ത്? സൃഷ്ടികളെ പരാജയപ്പെടുത്തുന്ന നിയമങ്ങൾ ഏതൊക്കെയാണ്? ഗുണകരമായ നിയമങ്ങൾ ഏതൊക്കെ? അവർക്ക് ശർറാകുന്ന നിയമങ്ങൾ ഏതൊക്കെ? അതൊക്കെ വേർതിരിച്ചു മനസ്സിലാക്കിയ ഹക്കീമും ഹമീദുമായ തൻസീലും മിൻ ഹക്കീമിൻ ഹമീദ്, എല്ലാ കാര്യത്തെ സംബന്ധിച്ചും വളരെ ദൃഢമായി അറിവുള്ള, യുക്തിയുക്തം കാര്യങ്ങളെ അറിയാവുന്ന അഗാധജ്ഞനായ റബ്ബുൽ ആലമീൻ, സർവലോക പരിപാലകനായ റബ്ബിൽ നിന്ന് അവതീർണമായ നിയമങ്ങളാണ് ഈ പ്രസ്ഥാനത്തിന് ജനങ്ങളോട് പറയാനുള്ളത്. പക്ഷേ ഏറെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞതാണ്. ഏറെ തെറ്റിദ്ധാരണകളാണ് സമൂഹത്തിന്റെ മുമ്പിലുള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഇസ്ലാം എന്ന് പറയുന്നത് നമുക്കത് മാത്രമാണ് ശരിയായ മതം. മറ്റുള്ളവരൊക്കെ ഭംഗിവാക്കിന് വേണ്ടി പലരും പലരേക്കും വേണ്ടി പറയാറുണ്ട്. ലോകത്തുള്ള മതങ്ങളെല്ലാം ഒരേ നദികളതാ ഒരു ലക്ഷ്യത്തിലേക്ക് ചെന്നു ചേരും പോലെ എല്ലാവരും പറയുന്നത് സത്യമാണ്, സർവമതങ്ങളും സത്യമാണ്. അതുകൊണ്ട് എല്ലാവരും ഏകോദര സഹോദരങ്ങളാണ്. അവരുടെ ആദർശങ്ങളും ഇവരുടെ ആദർശങ്ങളുമൊക്കെ പരസ്പരം കൊണ്ടും കൊടുത്തും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് എല്ലാ മതങ്ങളുടെയും ആദർശങ്ങളെ എല്ലാവരും സ്വാംശീകരിക്കുകയും സ്വായത്തമാക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകലാണ് മനുഷ്യ സമൂഹത്തിന്റെ വിജയത്തിന് നിദാനമെന്നൊക്കെ ഭംഗിവാക്കുകൾ പലരും പ്രസംഗിക്കുമ്പോഴും തരക്കേടില്ലല്ലോ ആ വാക്കുകളെന്ന് സമാധാന പ്രേമികൾക്ക് തോന്നുമെങ്കിലും അതാ മനുഷ്യനെ സൃഷ്ടിച്ചവനായ നാഥൻ പറയുന്നത് ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ മതം ഇസ്ലാം ഒന്ന് മാത്രമാണ്. അത് വർഗീയ ചിന്താഗതിയല്ല, അതേതെങ്കിലും ഒരു പ്രത്യേകമായ കക്ഷിത്വത്തെ കുറിച്ച് പറയലല്ല. അല്ലാഹു തന്നെ പറയുന്നു വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനാ ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. ഇസ്ലാം അല്ലാത്ത ഒരു മതത്തെ ആരെങ്കിലും തേടിപ്പോകുന്നുവെങ്കിൽ അതുകൊണ്ട് അവന് ലഭിക്കാനുള്ളത് എന്താണ്? അവന് ശാശ്വതമായ രക്ഷയാണ് അവന് നഷ്ടമാകുന്നത്. അവൻ പരലോകത്ത് പരാജിതനാണ്. അവന്റെ ഒന്നും അല്ലാഹു സ്വീകരിക്കുന്നതല്ല. ഈ അടിത്തറയിൽ നിന്നുകൊണ്ട് സംസാരിച്ചു നോക്കൂ. ഈ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് മുസ്ലിമിന്റെ ജീവിതം. ഇസ്ലാം മാത്രമാണ് സത്യം, ഇസ്ലാമല്ലാത്തതൊന്നും സത്യമല്ല. അത് പറയുന്നതിൽ ഒരാളെയും ഭയപ്പെടേണ്ടതില്ല. കാരണം അത് നമ്മളുണ്ടാക്കിയ നിയമമല്ല. ഈ ശബ്ദം ശ്രവിക്കുന്ന ഏത് മതക്കാരനാണെങ്കിലും ഏത് ആദർശക്കാരനാണെങ്കിലും എല്ലാവരെയും സൃഷ്ടിച്ച ഈ ജഗന്നിയന്താവായ നാഥനില്ലേ റബ്ബുൽ ആലമീൻ, അവനാണ് പറയുന്നത് മനുഷ്യർക്ക് യോജിക്കുന്ന മതം ഒന്നേയുള്ളൂ. അവരുടെ ശാശ്വത മോക്ഷത്തിന് നിദാനമായ ഒരൊറ്റ ആദർശമേയുള്ളൂ. അത് ഇസ്ലാമാണ്. ആ നിയമങ്ങളാണ് അല്ലാഹു പറയുന്നത്. ആ നിയമങ്ങളിൽ ഏറ്റവും കണിശമായ നിയമം എന്താണ്? മനുഷ്യന് ഇന്ന് ആവശ്യം എന്താണ്? സമാധാനമല്ലേ മനുഷ്യന് വേണ്ടത്? ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്നു, ലോകരാജ്യങ്ങൾ ചർച്ച ചെയ്യുന്നു സമാധാനത്തിന് എന്താ വേണ്ടതെന്ന്. സമാധാനത്തിനാണ് യുവാക്കൾ നെട്ടോട്ടം ഓടുന്നത്, സമാധാനത്തിനാണ് യുവതികൾ അലയുന്നത്. സമാധാനമില്ലായ്മയാണ് പലരുടെയും വലിയ പ്രശ്നമെങ്കിൽ അല്ലാഹു അതാ മനുഷ്യന്റെ മനസ്സറിയാവുന്ന നാഥൻ പറയുന്നു അല്ലദീന ആമനൂ വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഹൃദയങ്ങൾക്ക് അടക്കം കിട്ടണോ? ഹൃദയത്തിലെ സംഘർഷങ്ങൾക്ക് അയവ് വരണോ? മനസ്സിൽ അടിച്ചു വീശിക്കൊണ്ടിരിക്കുന്ന കാറ്റും കോളും നിയന്ത്രിക്കണോ? അവിടെ കുമിഞ്ഞുകൂടിയതാ വലിയ പ്രശ്നമുണ്ടാക്കിയിരിക്കുന്ന തിരയിളക്കങ്ങളെ ഒന്നൊതുക്കണോ? അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ ആവിഷ്കരിച്ചിട്ടുള്ള നിയമത്തിലേക്ക് വന്നോളൂ. അവനെ കൃത്യമായി ഓർത്തോളൂ. അവന്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിതത്തിന്റെ ചലനങ്ങളെ ക്രമീകരിച്ചോളൂ. ഇതാണ് ഇസ്ലാമിന് പറയാനുള്ളത്. ഇതാണ് ഇസ്ലാമിന് പറയാനുള്ളത്. ഈ ലക്ഷ്യത്തിനായി അവൻ പറയുന്ന ഏക പ്രധാനപ്പെട്ട കാര്യം അവനെ മാത്രം ആരാധിക്കുക എന്നതാണ്. അവനെ മാത്രം ആരാധിക്കുക.
അവനോട് മാത്രം പ്രാർത്ഥിക്കുക. സമാധാനത്തിന്റെ മാർഗം അതൊന്നു മാത്രമാണ്. അവനെ മാത്രം രക്ഷാധികാരിയായി അംഗീകരിച്ചുകൊണ്ട്, അവനോട് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട്, അവന്റെ മുമ്പിൽ മാത്രം വണങ്ങിക്കൊണ്ട്, അവന് വേണ്ടി മാത്രം നേർച്ച വഴിപാടുകളെ ഒതുക്കിക്കൊണ്ട്, അവന്റെ മുമ്പിൽ മാത്രം സുജൂദ് ചെയ്തുകൊണ്ട്, അവനോട് തന്റെ ഉള്ളുരുകി അവനോട് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ആ നിലക്കുള്ള ജീവിതത്തിലേക്ക് മനുഷ്യനെ നയിക്കുമ്പോ അതിലൂടെ മാത്രമേ മനുഷ്യന് സമാധാനമുള്ളൂ. ഇന്നൊരു സ്ഥലത്ത് പോയി പ്രാർത്ഥിക്കുന്നു, കാര്യം കിട്ടാതാകുമ്പോൾ മറ്റൊരു കേന്ദ്രത്തിലേക്ക് മാറുന്നു, അവിടെ നിന്നും സമാധാനം കിട്ടുന്നില്ല, തൊട്ടടുത്ത കേന്ദ്രത്തിലേക്ക് പോവുകയാണ്, അവിടെയും സമാധാനം കിട്ടാത്തപ്പോ മറ്റു സ്ഥലങ്ങളിലേക്ക് പോവുകയാണ്. ഇന്നത്തെ മുസ്ലിമീങ്ങളുടെ സ്ഥിതി എന്ന് പറയുന്നത് എന്താണ്? പ്രയാസങ്ങളും പ്രശ്നങ്ങളും വരുമ്പോൾ സമാധാനത്തിന് വേണ്ടി തേടിയലയുമ്പോ അതാ രാജ്യത്തുള്ള മഖ്ബറകളിലേക്ക്, ദർഗകളിലേക്ക്, മഖാമുകളിലേക്ക്, ജാറങ്ങളിലേക്ക് അവനതാ നെട്ടോട്ടമോടുകയാണ്. ഓടി ഓടി ഒരു സ്ഥലത്ത് പോയി അവന് സമാധാനമില്ല, മമ്പുറത്ത് പോയി നോക്കി കാര്യം കിട്ടുന്നില്ല, പുത്തൻപള്ളിയിലേക്ക് ഓടുകയാണ്, പുതുപന്നാനിയിലേക്ക് ഓടുകയാണ്, സ്റ്റേറ്റ് വിട്ടുകൊണ്ട് അജ്മീറിലേക്ക് പോവുകയാണ്, ഏർവാടിയിലേക്ക് ഓടുകയാണ്. അങ്ങനെ നിരന്തരമായ ഓടി ഓടി തളർന്നു. കാരണം റബ്ബിൽ നിന്ന് പിടുത്തം വിട്ട് കഴിഞ്ഞു. അവിടെയും അവസാനിക്കുന്നില്ല. മുസ്ലിമീങ്ങളുടേതെന്ന് പറയപ്പെടുന്ന ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങളൊക്കെ അവസാനിച്ചു കഴിഞ്ഞാൽ മറ്റു മതസ്ഥരുടേതായ ചർച്ചുകളിലേക്ക്, കനീസകളിലേക്ക്, ക്ഷേത്രങ്ങളിലേക്ക്, അമ്പലങ്ങളിലേക്ക്, അമ്മമാരുടെ സവിധങ്ങളിലേക്ക്, ബാബമാരുടെ കാൽച്ചുവട്ടുകളിലേക്ക്, മഠങ്ങളിലേക്ക്, അതുപോലെ തന്നെ കാവുകളിലേക്ക്, ഒരുപാട് കേന്ദ്രങ്ങളിലേക്ക് മനുഷ്യൻ അങ്ങനെ നെട്ടോട്ടമോടാൻ കാരണം എന്തെന്നോ? فكأنما خر من السماء فتخطفه الطير أو تهوي به الريح في مكان سحيق. റബ്ബിൽ നിന്ന് പിടുത്തം വിട്ട് കഴിഞ്ഞാൽ, അല്ലാഹു ഇത് നേരത്തെ കൃത്യമായി തന്നെ പറഞ്ഞതാണ്, മനുഷ്യനാഥനെ പിടിച്ചോ, റബ്ബിനെ മാത്രം ഇലാഹായി അംഗീകരിച്ചോളൂ, അവനോട് മാത്രം നിന്റെ പ്രശ്നങ്ങൾ പറഞ്ഞോളൂ. നിന്റെ മനസ്സിലെ വികാരങ്ങളെ നീ അറിയുന്നതിന്റെ മുമ്പേ അറിഞ്ഞവനാണ് നാഥൻ. നിന്റെ ജീവനാടിയേക്കാൾ നിന്നോടടുത്തവനാണ് നാഥൻ. നിന്റെ എല്ലാ പ്രശ്നങ്ങളും നീ പറയാതെ അറിയുന്നവനാണ് നാഥൻ. ആ നാഥനിൽ നിന്ന് നിന്റെ പിടുത്തം നീ വിട്ടുകൊണ്ട് മറ്റു പലരേക്കും തിരിഞ്ഞാൽ മാനത്ത് നിന്ന് താഴോട്ട് വീണവൻ ഏത് ചെളിക്കുണ്ടിലാണ് പോയി വീഴുക എന്നവന് പറയാനൊക്കുമോ? കാറ്റൊരാളെ തട്ടിത്തെറിപ്പിച്ചു കൊണ്ടുപോയാൽ, പക്ഷികൾ കൊത്തിക്കൊണ്ടുപോയാൽ, റാഞ്ചിക്കൊണ്ട് എവിടെയെങ്കിലും എറിഞ്ഞാൽ എവിടെയാണ് വീണു പതിക്കുക എന്നറിയാമോ? എന്താണ് റബ്ബ സൂചിപ്പിക്കുന്നത്? റഹ്മാനായ പരമകാരുണികനായ നമ്മുടെ സൃഷ്ടാവായ റബ്ബുൽ ആലമീനിൽ നിന്നങ്ങ് പിടുത്തം വിട്ടാൽ പിന്നെ മനുഷ്യന് നിൽക്കക്കള്ളിയില്ല. അവൻ എല്ലായിടത്തും അലഞ്ഞലഞ്ഞ് മാനസികമായ സംഘർഷം കൂടുകയല്ലാതെ കുറയുകയില്ല എന്ന് റബ്ബുൽ ആലമീൻ ഓർമ്മപ്പെടുത്തുന്നു. അതാണ് അല്ലാഹ് പറഞ്ഞത്, അലാ അലാ അറിഞ്ഞോളണം, ബിദിക്രില്ലാഹി, അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള കൃത്യമായ ആ ധാരണയും സ്മരണയും ഓർമ്മയും, അതുകൊണ്ട് മാത്രമേ തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയങ്ങൾക്ക് അടക്കം കിട്ടൂ, സമാധാനം കിട്ടൂ, ശാന്തി ലഭിക്കുകയുള്ളൂ. ഈ ഒരു പ്രധാനപ്പെട്ട ഏറ്റവും മൗലികമായ കാര്യം, അതിൽ നിന്ന് സമൂഹം മാറിപ്പോവുകയാണ്. ആ ഒരു കാര്യം ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നില്ല. സമാധാനത്തിന് വേണ്ടി നെട്ടോട്ടമോടുമ്പോഴൊന്നും എന്താണ് യഥാർത്ഥമായി സമാധാനം കിട്ടാൻ വേണ്ടത് എന്നിടത്തേക്ക് ആളുകളുടെ ചർച്ചകൾ എത്തുന്നില്ല. അതേ അവസരത്തിൽ നിങ്ങൾ നോക്കൂ, സമാധാനത്തിന് കേണിരുന്ന ഒരു സമൂഹത്തിലേക്കല്ലേ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിതനാകുന്നത്. ആ സമൂഹത്തെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ മുഖേന, അവിടുത്തെ വിശദീകരണങ്ങളായ ഹദീസുകൾ മുഖേന അവിടുന്ന് കാണിച്ചു കൊടുക്കുകയും കേൾപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന, എല്ലാം ദൈവീകമെന്ന നിലക്ക് അല്ലാഹു അറിയിച്ചു കൊടുത്തിട്ടുള്ള വഹീന്റെ അടിസ്ഥാനത്തിൽ മാത്രം, വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ, സ്വന്തം ഇഷ്ടപ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീന് പറയില്ല.
അവിടുത്തേക്ക് തോന്നിയത് പറഞ്ഞതുമല്ല ഇസ്ലാം ദീൻ എന്ന് പറയുന്നത്. അള്ളാഹു അറിയിച്ചു കൊടുത്തത് അപ്പടി പറഞ്ഞതാണ്. ആ നിലയ്ക്ക് ഈ സമൂഹത്തിനെ പഠിപ്പിക്കുമ്പോ ഏതെങ്കിലും ഇസ്ലാം പഠിപ്പിക്കുന്ന സമാധാനത്തിന്റെ പാതയിൽ നിന്ന് ആരെങ്കിലും വ്യതിചലിച്ചു പോകുന്നത് കണ്ടാൽ അതാ സമൂഹത്തിന്റെ വിജയത്തിൽ വലിയ ശ്രദ്ധയുള്ള നേതാവ് ഉടനെ തിരുത്തി കൊടുക്കാറുണ്ട്, ഉടനെ മനസ്സിലാക്കി കൊടുക്കാറുണ്ട്. നിങ്ങൾ നോക്കൂ, ഒരൊറ്റ സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഒരു സഹാബി വന്നുകൊണ്ടൊരു കാര്യം സംസാരിക്കുന്നതിനിടയിൽ അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹിനോട് പറഞ്ഞു, മാഷാ അല്ലാഹു വശിഅത, അള്ളയും താങ്കളും ഉദ്ദേശിച്ചതുപോലെ നടക്കും, അള്ളയും താങ്കളും ഉദ്ദേശിച്ചതുപോലെ നടക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഒരാൾ വന്ന് പറയുമ്പോ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ഉടനെ തിരുത്തി കൊടുക്കുകയാണ്. അങ്ങനെ പറയാൻ പാടില്ല. അള്ളയും താങ്കളും എന്ന് പറയരുത്. മാഷാ അല്ലാഹു വഹ്ദഹു, അല്ല ഉദ്ദേശിക്കുന്നത് മാത്രം, അവൻ ഉദ്ദേശിക്കുന്നത് മാത്രം അതാണ് നടക്കുക. അവന്റെ മശീഅത്താണ് നടക്കുക, അവന്റെ ഉദ്ദേശമാണ് നടക്കുക. സുമ്മ ശീത്ത, പിന്നെ നിങ്ങൾ ഉദ്ദേശിച്ചതെന്ന് വേണമെങ്കിൽ പറഞ്ഞോളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ആ കാതൽ, വളരെ പ്രധാനപ്പെട്ട ആ പോയിന്റ് അതിലൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ നോക്കൂ, അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിൽ അവിടുത്തെ പൊന്നോമന പുത്രൻ ഇബ്രാഹിം എന്ന ചെറിയ കുട്ടി, ആ കുട്ടി ശിശുവായിരിക്കെ തന്നെ മരണം നടക്കുകയാണ്. മരണം നടന്ന അന്ന് തന്നെ മദീനയിൽ ഗ്രഹണവും ബാധിച്ചു. മദീനയിൽ മരണം നടന്നു, സൂര്യഗ്രഹണവും ബാധിച്ചു. ഇത് രണ്ടും കണക്ട് ചെയ്തുകൊണ്ട് ജനങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. കണ്ടോ, നമ്മുടെ നേതാവിന്റെ പൊന്നോമന പുത്രന്റെ വിയോഗത്തിൽ, മരണത്തിൽ പ്രപഞ്ചം പോലും ദുഃഖമനുഭവിക്കുന്നു. കണ്ടില്ലേ, സൂര്യൻ അതിന്റെ പ്രഭ ചൊരിയുന്ന പ്രകാശത്തിൽ നിന്നും മങ്ങല് പറ്റിയില്ലേ, അതിന് ഗ്രഹണം ബാധിച്ചില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് സൂര്യചന്ദ്രന്മാരുടെ ഗ്രഹണത്തിലും ഉദയത്തിലും അസ്തമനത്തിലുമൊക്കെ ചില ആളുകൾക്ക് ചില പ്രത്യേകമായ, അതിന് ചില പ്രത്യേക ബന്ധങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു ഘട്ടം വന്നപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ സ്വഹാബിമാരോട് സമയം പാഴാക്കാതെ വളരെ ഗൗരവത്തോടു കൂടി പ്രസംഗിക്കുകയാണ്. ഓ ജനങ്ങളെ, ഇന്ന ശംസ വൽ ഖമറ ആയതാനി മിൻ ആയാതില്ലാഹ്, സൂര്യചന്ദ്രന്മാരെന്ന് പറയുന്നത് അല്ലാഹു ഉണ്ട് എന്നുള്ളതിന്റെയും അവന് വലിയ കഴിവുള്ളവനാണെന്നുള്ളതിന്റെയും വലിയ അടയാളങ്ങളാണ്. ആ സൂര്യനോ ചന്ദ്രനോ ആരെങ്കിലും മരിച്ചതിന്റെ പേരിലോ ജനിച്ചതിന്റെ പേരിലോ ഗ്രഹണം ബാധിക്കുകയില്ല. അങ്ങനെ ഒരു ധാരണ നിങ്ങൾക്കുണ്ടായിക്കൂടാ. അത് അള്ളാഹ് നിശ്ചയിക്കുന്ന സമയത്ത് നടക്കുന്ന പ്രതിഭാസങ്ങളാണെന്നതല്ലാതെ ആരുടെയെങ്കിലും ജനനം കാരണമായോ ആരുടെയെങ്കിലും മരണം കാരണമായോ ഇവിടെ സൂര്യന്റെയും ചന്ദ്രന്റെയും ചലനത്തിലോ പ്രവർത്തനത്തിലോ ഒന്നും ബാധിക്കുന്നില്ല. അതിന്റെ നിയന്ത്രണം ആ നാഥൻ നിശ്ചയിക്കുന്നത് പോലെ നടക്കുകയാണ് എന്ന സത്യമത ജനങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. എന്തിനാണ് ഞാൻ ഈ ഉദാഹരണങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിയെടുത്ത ഒരു സമുദായം, ഒരു സമൂഹം, ആ സമൂഹത്തിൽ അല്പമെങ്കിലും ഒരു പ്രയാസം ഈ ശരിയായ രൂപത്തിലുള്ള സമാധാനത്തിന്റെ മാർഗത്തിൽ നിന്ന് വന്നു പോയേക്കുമോ, അങ്ങനെ വന്നു പോകാൻ ഇടവരുമോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉടനെ ആ രംഗത്ത് വേണ്ട രൂപത്തിലുള്ള ചർച്ചകളും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അല്ലാഹുവിന്റെ റസൂല് നൽകിക്കൊണ്ടിരുന്നു. ആ ദൗത്യമാണ് മുജാഹിദ് പ്രസ്ഥാനം ഈ നടത്തുന്നത്. സമൂഹത്തിൽ ഓരോ കാരണങ്ങളാൽ ഓരോ അന്ധവിശ്വാസം ജനങ്ങൾ പറയാണ്. ഓരോ പ്രശ്നങ്ങൾ വരുമ്പോ അത് ഇന്ന കാരണമാണ്, ഇത് ഇന്ന വലിയാണ്, ഇന്ന തങ്ങളാണ്, ഇന്ന ബീവിയാണ്, ഇന്ന അമ്മയാണ്, ഇന്ന ബാബയാണ്. ഈ രൂപത്തിൽ പലതിലേക്കും കണക്ട് ചെയ്തുകൊണ്ട് ആളുകൾ സംസാരിക്കുകയാണ്. മനുഷ്യന്റെ യഥാർത്ഥമായ സമാധാനത്തിന്റെ മാർഗം ചർച്ച ചെയ്യപ്പെടാതെ വഴിതെറ്റി നീങ്ങുകയാണ്. ആ വഴിതെറ്റി പോകുന്ന ജനങ്ങളോട് അരുത് മക്കളെ, അരുത് ജനങ്ങളെ. അതാ സൃഷ്ടാവായ നാഥന്റെ നിയമങ്ങളിലൂടെ അല്ല നിങ്ങളുടെ സംസാരം, നിങ്ങളുടെ ചലനം, നിങ്ങളുടെ പോക്കങ്ങോട്ടല്ല, തിരിച്ചു വരണം എന്ന് മടക്കി വിളിക്കാനുള്ള കൂട്ടായ്മയാണ് മുജാഹിദുകൾ ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടില്ലേ, അവിടുത്തെ ജീവിതകാലത്ത് വളർത്തിയുണ്ടാക്കിയ സ്വഹാബിമാര്. ആ സ്വഹാബിമാരിൽ ഏതെങ്കിലും നിലക്കുള്ള വ്യതിചലനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ? വിശ്വാസരംഗത്ത് മാത്രമല്ല, ഇനി നമ്മൾ ഇബാദത്തുകൾ ചെയ്യുമ്പോ, കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ, നമസ്കാരമാകട്ടെ, നോമ്പാകട്ടെ,
ഏത് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും അത് ഇസ്ലാമിന്റെ പ്രവാചകൻ പഠിപ്പിച്ച മാതൃകയിൽ നിന്ന് തെന്നിമാറിക്കൊണ്ട് എത്ര വലിയ ഉദ്ദേശശുദ്ധിയോടെ ചെയ്താലും സ്വീകാര്യമല്ല. അതും കൂടി അവിടുന്ന് പഠിപ്പിച്ചു തരുന്നു. എന്താണ് ആ പറഞ്ഞതിന്റെ ഉദ്ദേശം? ഒരാൾ നമസ്കരിക്കുന്നു, നോമ്പെടുക്കുന്നു, പക്ഷെ ഇല്ലാത്ത നിസ്കാരവും ഇല്ലാത്ത നോമ്പും ഇല്ലാത്ത ദിക്റും ഇല്ലാത്ത സ്വലാത്തും ഇല്ലാത്ത കുറെ കാര്യങ്ങളാണ് അയാൾ ചെയ്യുന്നത്. പക്ഷെ അയാൾ അവകാശപ്പെടുന്നു, എനിക്ക് സ്വർഗം കിട്ടാനാ ഞാൻ ചെയ്യുന്നത്, എനിക്ക് ഖബറിൽ സമാധാനം കിട്ടാനാ ഞാൻ ചെയ്യുന്നത്, വലിയ ആത്മാർത്ഥതയോടുകൂടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പലരും അനുഷ്ഠിക്കുന്നത്. ആ സമയത്തും ഈ പ്രസ്ഥാനം ഇടപെടാറുണ്ട്. ആ സമയത്തും നാടുകളിൽ ഈ പ്രസ്ഥാനം ശബ്ദമുയർത്താറുണ്ട്. എന്തു പറഞ്ഞുകൊണ്ട്? ജനങ്ങളെ, നിങ്ങളുടെ ഇഖ്ലാസിൽ ഞങ്ങൾക്ക് സംശയമില്ല, നിങ്ങളുടെ ആത്മാർത്ഥതയിൽ ഞങ്ങൾ ശങ്കിക്കുന്നുമില്ല. പക്ഷേ നിങ്ങളുടെ റൂട്ട് തെറ്റിപ്പോയിട്ടുണ്ട്, റൂട്ടിലേക്ക് മടങ്ങി വരണം. എന്താണ് അതിന് ഈ പ്രസ്ഥാനത്തിനുള്ള മാതൃക? ആരാണ്? നമ്മുടെ നേതാവ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാ വീട്ടിലില്ലാത്ത നേരത്ത് അതാ 3 സ്വഹാബിമാര് കയറി വരികയാണ്. അവർക്കെന്താ അറിയേണ്ടത്? ഞങ്ങളുടെ നേതാവ് എങ്ങനെയാ നിസ്കരിക്കാറുള്ളത്, അവിടുന്ന് എത്ര നിസ്കരിക്കാറുണ്ട്, അവിടുന്ന് എത്ര നോമ്പെടുക്കാറുണ്ട്, അവിടുത്തെ ജീവിത രീതി ഒന്ന് ചോദിച്ചറിയണം. ആ ഉദ്ദേശത്തിലാണ് 3 മഹാന്മാര് സ്വഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത്. ആ സമയത്ത് അവിടെ നമ്മുടെ നേതാവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ല, പുറത്തു പോയതാണ്, ഭാര്യയാണുള്ളത്, നമ്മുടെ ഉമ്മയാണുള്ളത്. അവര് വന്നുകൊണ്ട് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലിന്റെ നിസ്കാരവും നോമ്പൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരണം ഞങ്ങൾക്ക്, ഞങ്ങൾ പഠിക്കാൻ വന്നതാ. നമ്മുടെ ഉമ്മ എല്ലാം വിശദീകരിച്ചു കൊടുത്തു. ഇങ്ങനെയൊക്കെയാ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാറുള്ളത്, ഇത്രയൊക്കെയാണ്, ഇങ്ങനെയൊക്കെയാണ് അവിടുത്തെ ജീവിത രീതി എന്നൊക്കെ കണിശമായി നമ്മുടെ ഉമ്മ വന്നവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. ആ സമയത്ത് ഈ വന്ന 3 മഹാന്മാരായ സ്വഹാബിമാരുടെ മനസ്സിൽ ഒരു തോന്നൽ, ഒരു തെറ്റായ തോന്നലല്ല, നല്ല ചിന്താഗതിയാണ്. എന്താ അവർ ചിന്തിച്ചത്? നമ്മളെവിടെ കിടക്കുന്നു, അള്ളാഹുവിന്റെ റസൂൽ എവിടെ കിടക്കുന്നു? നമ്മൾ സാധാരണ മനുഷ്യർ, അള്ളാഹുവിന്റെ റസൂലോ വഹീ കിട്ടുന്ന നേതാവാണ്. അതുകൊണ്ട് ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിൽ അവിടുന്ന് നിസ്കരിക്കുന്ന നിസ്കാരം നോമ്പ് കൊണ്ടൊന്നും മാത്രം നമുക്ക് രക്ഷ കിട്ടില്ലല്ലോ. റസൂലുള്ളാഹിക്ക് അതൊക്കെ മതി, അവിടുന്ന് ഉന്നതനാണ്. നമ്മൾ അങ്ങനെയല്ലല്ലോ. അതുകൊണ്ട് അവരവിടെ വെച്ച് നമ്മുടെ ഉമ്മകൾക്ക് ഒരു തീരുമാനം 3 ആളും എടുക്കുകയാണ്. ഒരാൾ പറഞ്ഞു, ഞാനിനി ഒരിക്കലും രാത്രി ഉറങ്ങില്ല, സുദീർഘമായി രാത്രിയിൽ ഉറക്കമിളച്ചുകൊണ്ട് നിസ്കാരം തന്നെ. ഒരു വ്യക്തിയുടെ പ്രതിജ്ഞ. രണ്ടാമത്തെ വ്യക്തി പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ ഇത്രയൊക്കെ നോമ്പെടുത്താ മതി, പക്ഷേ നമ്മൾ അങ്ങനെയല്ലല്ലോ, നമുക്ക് ഇത്രയൊന്നും പോരല്ലോ. അതുകൊണ്ട് അവിടുന്ന് പറയുന്നു, ഞാനിനി എല്ലാ പകൽ സമയവും എനിക്ക് നോമ്പായിരിക്കും, പകൽ സമയത്ത് നോമ്പില്ലാത്ത ഒരു ദിവസം എനിക്കുണ്ടാവില്ല. മൂന്നാമത്തെ വ്യക്തി മറ്റൊന്നാണ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഇസ്ലാമികമായ കാര്യങ്ങൾക്ക് ഇബാദത്തിന് വേണ്ടിയൊക്കെ ജീവിതത്തെ അങ്ങ് മാറ്റി നിർത്തണമെങ്കിൽ അതാ ഭാര്യയെക്കുറിച്ച് ചിന്ത പാടില്ല, മക്കളെക്കുറിച്ച് ചിന്ത പാടില്ല, കുടുംബജീവിതത്തെ കുറിച്ച് ചിന്ത പാടില്ല. അതൊക്കെ ഒരു പൊല്ലാപ്പാണ്. അതൊക്കെ ഭൗതികമായ കാര്യങ്ങൾ ഇസ്ലാമികമായ തന്റെ പ്രബോധനങ്ങൾക്കൊക്കെ ഏറ്റവും വലിയ തടസ്സമാണെന്ന് മനസ്സിലാക്കുകയാണ്. കണ്ടിട്ടില്ലേ ചില ആളുകൾ, അവർക്ക് ഭാര്യമാരെ വേണ്ട, മക്കളുടെ കാര്യത്തിൽ ചിന്തയില്ല, അവർ ചില്ല പോവുകയാണ്. ഭാര്യ അതാ രോഗിയായി കിടക്കുമ്പോൾ അവളുടെ ചികിത്സയുടെ കാര്യത്തിൽ പോലും ശ്രദ്ധയില്ല, അവര് ദഅവത്തിന് ഖുറൂജായിരിക്കുകയാണ്. ഇതാ അവർക്ക് പറയാനുള്ളത് നിസ്കരിക്കണം, നോമ്പെടുക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹയെ പറ്റി മിണ്ടാട്ടമില്ല, സൂചിപ്പിച്ചു എന്ന് മാത്രം. അങ്ങനെ അതാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് ഒരു സ്വഹാബി പറയുകയാണ്, ഞാനിനി വിവാഹം കഴിക്കൂല, വിഭാര്യനായിക്കൊണ്ട് തന്നെ ജീവിതം മുഴുവൻ ഞാൻ ജീവിക്കുന്നതാണ്. ഇടപെട്ടു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. കേട്ടോ, മുജാഹിദ് പ്രസ്ഥാനം രാജ്യത്ത് വിശ്വാസരംഗത്തുള്ള അധാർമികത കാണുമ്പോൾ ഇടപെടുന്നു. എന്തേ കാരണം? നേതാവ് ഇടപെട്ട് കാണിച്ചു തന്നതാ. സ്വന്തം മകന്റെ കാര്യത്തിൽ ആളുകൾ വിശ്വാസരംഗത്ത് തർക്കത്തിലാകുന്നു എന്ന് കണ്ടപ്പോൾ സമയം പാഴാക്കാതെ ഓടിച്ചെന്ന് മിമ്പറിൽ കയറിയിട്ട് മദീനയിലെ തന്റെ ജനസമൂഹത്തെ ശുദ്ധീകരിച്ച നേതാവിന്റെ പാരമ്പര്യം, അതേ പാരമ്പര്യം കണ്ടോ.
ജനങ്ങൾ അതാ ഇബാദത്തിൽ കുറച്ച് ഞാൻ പഠിപ്പിച്ചയിടത്തൊന്നും നിന്നാ പോരാ, കുറച്ച് കൂടുതൽ നിസ്കാരവും നോമ്പും സലാത്തും ദിക്റും ഒക്കെ ആയിട്ട് പോകണം. അങ്ങനെയൊക്കെ ഒരു ചിന്താഗതി ചെറുതായി അങ്ങ് മുളപൊട്ടാൻ തുടങ്ങിയപ്പോൾ തന്റെ വീട്ടിലേക്ക് കയറി വന്നുകൊണ്ട് ഈ രൂപത്തിലുള്ള പ്രതിജ്ഞകളെടുത്ത വിവരം വീട്ടിലേക്ക് കയറി വന്ന നേതാവിനോട് നമ്മുടെ ഉമ്മ വിവരിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിമാരോട് പറയുകയാണ്, നിങ്ങളാണോ ഇങ്ങനെയും ഒക്കെ ഇവിടെ വന്ന് പറഞ്ഞത്? അവര് പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അതെ റസൂലേ, ഞങ്ങളാ പറഞ്ഞത്. അവര് പ്രതീക്ഷിച്ചു ഉടനെ അള്ളാന്റെ റസൂലിൽ നിന്നൊരു വലിയ അനുമോദനം കിട്ടുന്ന വിചാരിച്ചത്. കാരണം നിസ്കരിക്കും, ഉറങ്ങൂലെന്നല്ലേ, ഇനി എന്നും നോമ്പ് മുറിക്കൂലെന്നല്ലേ, കല്യാണം കഴിക്കൂലെന്നല്ലേ, എന്തിന് ചെലവിന് കൊടുക്കേണ്ടിയിരുന്ന് പേടിച്ചിട്ടല്ല, ഇബാദത്തിൽ മുഴുകാൻ അതിനു വേണ്ടിയല്ലേ. പക്ഷേ അദാ ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസനാ ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിറ വദക്കറല്ലാഹ കസീറാ. അല്ലാഹുവിന്റെ റസൂലിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് ജനങ്ങളെ. ആ റസൂൽ എന്താ അവരോട് പറയുന്നത്? എന്നാൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അമാ അന, എന്റെ സ്ഥിതി എന്താണ്? വല്ലാഹി, അല്ലാഹനെ തന്നെ, ഇന്നീ അഖ്ശാകും ലില്ലാഹി വഅത്ഖാകും ലഹു, റബ്ബിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുകയും ആ റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കുകയും ചെയ്യുന്നവൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഞാനാണ്. നമ്മുടെ നേതാവ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറയാണ്, ഈ 3 പ്രതിജ്ഞ എടുത്തവരോട് പറയാണ്, ഞാനാണ് ഏറ്റവും തഖ്വയുള്ളവൻ, എന്റെ സ്വഭാവം ഞാൻ പറഞ്ഞു തരാം. ലാകിന്നി അസൂമു വ ഉഫ്തിറു, ഞാൻ നോമ്പെടുക്കാറുണ്ട്, നോമ്പ് മുറിക്കാറുമുണ്ട്. എനിക്ക് നോമ്പുള്ള ദിവസം ഉണ്ടാകും, അല്ലാത്ത ദിവസവും ഉണ്ടാകും, എന്നും നോമ്പല്ല. ഞാൻ രാത്രി നിസ്കരിക്കാറുമുണ്ട്, ഉറങ്ങാറുമുണ്ട്. എപ്പോഴും ഉറക്കമിളച്ചുകൊണ്ട്, കണ്ണിനെ പീഡിപ്പിച്ചുകൊണ്ട്, ശാരീരിക പീഡയേൽപ്പിച്ചുകൊണ്ടുള്ള ഒരു ഇബാദത്തല്ല എന്റെ രീതി. ഞാൻ ഉറങ്ങും, ഞാൻ നമസ്കരിക്കും. അതുപോലെ തന്നെ അവിടുന്ന് പറഞ്ഞു, ഞാൻ സ്ത്രീകളെ വിവാഹം കഴിച്ചിട്ടുണ്ട്, എനിക്ക് ഭാര്യമാരുണ്ട്, എനിക്ക് സന്താനങ്ങളുണ്ട്, ഞാൻ കുടുംബജീവിതം നയിക്കുന്നവനാണ്. ഇതിലൊക്കെ ഉറച്ചു നിന്നോ, അതാണ് ഞാൻ പഠിപ്പിക്കുന്ന ദീന്, അതാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്ന തഖ്വ, അതാണ് എനിക്ക് നിങ്ങളുടെ രക്ഷാമാർഗമായി പറയുന്നത്. അതല്ല ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് വിവരിച്ച് തന്നിട്ടും നിങ്ങൾക്ക് അതിനോട് താല്പര്യമില്ല, നിങ്ങൾക്ക് വൈമുഖ്യമാണ് തോന്നുന്നതെങ്കിൽ ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നീ, അവൻ എന്റെ സൊസൈറ്റിയിൽ മെമ്പറാകാൻ യോഗ്യനല്ല. ഇതിലുറച്ചു നിൽക്കാതെ നീയും കുറെ നിസ്കാരവും കുറെ നോമ്പൊക്കെ റസൂലേ നിങ്ങൾ പഠിപ്പിച്ചോന്നും മാത്രം പോരെ, ഞങ്ങൾക്ക് കുറച്ചും കൂടിയൊക്കെ ചെയ്താലേയാണ്ട് സ്വർഗം കിട്ടൂ, എങ്കിലേ ലക്ഷ്യം നേടൂ എന്നാണോ നിങ്ങളുടെ വാദമെങ്കിൽ, അങ്ങനെയാണ് നിങ്ങളുടെ താല്പര്യമെങ്കിൽ, എന്റെ സുന്നത്തിനോട് ആർക്കെങ്കിലും വിമുഖത തോന്നുന്നുവെങ്കിൽ ഫലൈസ മിന്നീ, അവൻ എന്നിൽ പെട്ടവനല്ല. ഇതാണ് മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളോട് പറയുന്നു. ആര് എത്ര തന്നെ ആരോപണങ്ങൾ ഉന്നയിച്ചാലും, എത്ര തന്നെ പരിഹസിച്ചാലും, എത്ര തന്നെ കൂക്കുവിളികൾ നടത്തിയാലും, സ്വാധീനമുള്ളയിടത്ത് അതാ സ്റ്റേജുകൾ കയ്യേറിയിട്ട് ഞങ്ങളെ പോലെയുള്ള എളിയവരായ പ്രവർത്തകന്മാരെ കയ്യേറിയാലും, അതേപോലെ തന്നെ അതാ തൗഹീദിന്റെ ആദർശത്തിലേക്ക് മഹല്ലുകളിൽ നിന്ന് വന്നിട്ടുള്ള ഒറ്റപ്പെട്ടവരോട് ഊരുവിലക്ക് പ്രഖ്യാപിച്ചാലും, മഖ്ബറ ബഹിഷ്കരിച്ചാലും, അതാ എല്ലാ കാര്യങ്ങളിൽ നിന്നും മഹല്ല വിലക്ക് പ്രഖ്യാപിച്ചാലും, അല്ലാഹ് ഞങ്ങൾക്ക് നീ മതി, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, ഞങ്ങൾക്ക് അല്ലാഹ് മതി, എന്തും ഏൽപ്പിക്കാൻ പറ്റിയ വക്കീൽ അല്ലാഹയാണ്, എന്തും ഏറ്റെടുക്കുന്ന നാഥനാണ്, എല്ലാവരെയും അറിയാവുന്ന റബ്ബാണ്. ആ ബോധത്തോടെ പിടിച്ചു നിൽക്കുന്നത് നേതാവിന്റെ നിർദ്ദേശം കൊണ്ടാണ്. ആരാണ് നേതാവ്? മുഹമ്മദുർ റസൂലുള്ളാഹി. ആ നേതാവല്ലാത്ത ഒരു നേതാവ് ഈ പ്രസ്ഥാനത്തിന്റെ ആത്മീയ രംഗത്തില്ല. ആത്മീയ നേതാവായിക്കൊണ്ട് അതാ തെറ്റുകൾ സംഭവിക്കാത്ത
മഅസൂമായ ഒരു പാപത്തിന്റെയും കറപുരളാത്ത, ഒരു പാപത്തിനും പോയി ഇരുന്നു കൊടുത്തിട്ടില്ലാത്ത, അതാ മക്കയിൽ എമ്പാടും തോന്യാസങ്ങൾ നടക്കുമ്പോഴും നുബൂവത്ത് കിട്ടുന്നതിന്റെ മുമ്പ് പോലും ഒരൊറ്റ വേദികളിലേക്കും കടന്നു ചെന്നിട്ടില്ലാത്ത, മദ്യപിച്ചിട്ടില്ലാത്ത, ഒരു തോന്യാസത്തിനും പോയിട്ടില്ലാത്ത, അതാ ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, അവിടുന്ന് പഠിപ്പിച്ച ആദർശം, അവിടുന്ന് പഠിപ്പിച്ച ദഅവത്തിന്റെ രീതി, അവിടുന്ന് ഇസ്ലാമിനെ പ്രബോധനം ചെയ്ത ശൈലി, അവിടുന്ന് ആദ്യം പറയേണ്ടത് എന്താണെന്ന് പറഞ്ഞു തന്നപ്പോ അതാദ്യം പറയുന്ന പ്രസ്ഥാനമാണ്. ആദ്യം ജനങ്ങളോട് നിസ്കരിക്കാനാണോ പറയേണ്ടത്? നോമ്പിന്റെ കാര്യമാണോ പറയേണ്ടത്? അല്ലല്ലോ. നിസ്കാരം കബൂലായി തീരണമെങ്കിൽ, നോമ്പല്ല സ്വീകരിക്കണമെങ്കിൽ, ഹജ്ജല്ല സ്വീകരിക്കണമെങ്കിൽ, ദിക്റും സലാത്തും ഒക്കെ സ്വീകരിക്കണമെങ്കിൽ അടിത്തറ നന്നാവണ്ടേ. ഏതാണ് അടിത്തറ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ അടിത്തറ, ഇതിലേക്ക് ക്ഷണിക്കാൻ, ഇതാദ്യം പറയാനാ ഈ പ്രസ്ഥാനം പറയുന്നത്. പക്ഷേ പലർക്കും അതിൽ പ്രയാസമുണ്ട്, പലർക്കും അതിൽ വളരെയേറെ പ്രയാസം അനുഭവപ്പെടുന്നുണ്ട്. ഇവരെവിടെയും ഇതാ പറയുന്നത് എന്ന്. പക്ഷേ ജനങ്ങളോട് പറയേണ്ട ഇക്കാര്യം പറയാൻ നേരത്തെ എന്റെ സഹോദരൻ ഹാരിസ് മൗലവി സൂചിപ്പിച്ചില്ലേ, അത് ഈദ്ഗാഹിലാണെങ്കിലും വിവാഹ ഖുതുബയുടെ വേളയിലാണെങ്കിലും എവിടെയാണെങ്കിലും ജനങ്ങളോട് പറയാനുള്ള ഈ ഒരു ആദർശത്തിന്റെ ഏറ്റവും വലിയ കാതൽ പറയാതെ, അതിനെപ്പറ്റി ഉത്ബോധനം നടത്താതെ ഈ പ്രസ്ഥാനം ജനങ്ങളുടെ മുമ്പിൽ നിന്ന് പിരിഞ്ഞു പോകാറില്ല. എന്താണ് കാരണം? മാനവ സമൂഹത്തിന്റെ ഏറ്റവും വലിയ രക്ഷ അതിലാണ്. അതില്ലാതെ, അത് ശരിയാവാതെ ആരെന്ത് പ്രവർത്തിച്ചാലും അവനൊന്നും സ്വീകാര്യത ലഭിക്കില്ലെന്ന് ഈ ലോകം കണ്ട നല്ലവരോട് പോലും അല്ലാഹു പറഞ്ഞതാണ്. ആ നല്ലവരുടെ നേതാവിനോട് അക്കാര്യം ഓർമ്മപ്പെടുത്തിയതുമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് റബ്ബ് പറയുകയാണ്, ഓ നബിയേ, താങ്കളെങ്ങാനും ശിർക്ക് ചെയ്താൽ ലയഹ്ബതന്ന അമലുക, അങ്ങയുടെ അമല് പൊളിഞ്ഞു പോവുക തന്നെ ചെയ്യുന്നതാണ്. വലതകൂനന്ന മിനൽ ഖാസിരീൻ, പരാജയപ്പെട്ടവരുടെ കൂട്ടത്തിൽ അങ്ങായി തീരുന്നതാണ്. ലോകം കണ്ട നേതാവിനോട്, വലിയ നേതാവിനോട് അല്ലാഹ് അക്കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ശേഷം വരുന്ന ആ പദവിയിലേക്ക് എത്താൻ ഒരിക്കലും സാധ്യതയില്ലാത്ത മനുഷ്യരുടെ ജീവിതത്തിൽ ശിർക്ക് വന്നു പോയാലോ അവൻ എത്രമാത്രം അബദ്ധത്തിലാണ്, അഗാധമായ പരാജയത്തിലാണ്. അതുകൊണ്ട് ജനങ്ങളോട് പറയുന്നു, സമാധാനം വേണോ, ശാന്തി വേണോ, ആഗ്രഹങ്ങൾ സഫലീകരിക്കണോ, പ്രശ്നങ്ങൾ തീരണോ, പ്രയാസങ്ങൾ ഇറക്കി വെക്കണോ, ഭാരങ്ങൾ ഇറക്കി വെക്കണോ, നാഥന്റെ മുമ്പിൽ പോയി പറഞ്ഞു, അവനോട് മാത്രം കേണപേക്ഷിച്ചോളൂ. അതാ നാഥൻ നമ്മോട് പറയുന്നു, നിരാശ വേണ്ട. വഖാല റബ്ബുക്കും, ആ ശൈലി തന്നെ എത്ര സുന്ദരമാണ് പ്രിയപ്പെട്ടവരെ. നമ്മെ സൃഷ്ടിച്ചവനായ പരിപാലകനായ നാഥൻ പറയാണ്, നിങ്ങളുടെ റബ്ബാ പറയുന്നത് കേട്ടോ, വിശ്വസിച്ചോ. നിങ്ങളുടെ രക്ഷിതാവാ പറയുന്നത് എന്ത്? ഉദുഊനി, എന്നെ വിളിച്ചോ, എന്നെ വിളിച്ചു പ്രാർത്ഥിച്ചോ, എന്നോട് കരഞ്ഞോളൂ, എന്നോട് സങ്കടം പറഞ്ഞോളൂ, എന്തും എന്നോട് പറഞ്ഞോളൂ. ഏത് വിഷയത്തിനും ഞാൻ കഴിവുള്ളവനാണ്, ഞാനെല്ലാം കേൾക്കുന്നവനാണ്, ഞാനെല്ലാം കാണുന്നവനാണ്, ഞാൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്. അല്ലാഹ് തന്നെ പറഞ്ഞില്ലേ, ഇന്നല്ലാഹ സമീഉൻ അലീം, അവനെല്ലാം കേൾക്കുന്നവനല്ലേ, എല്ലാം അറിയുന്നവനല്ലേ, എല്ലാം കാണുന്നവനല്ലേ. ഇന്നല്ലാഹ അലാ കുല്ലി ശൈഇൻ ഖദീർ, അവൻ എല്ലാ കാര്യത്തിനും കഴിവുറ്റ നാഥനല്ലേ. ആ റബ്ബാണ് പറയുന്നത്, എന്നെ വിളിച്ചോ, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. ആ ഓഫർ പറയാൻ ധൈര്യം ഇവിടെ ആർക്കാ ഉള്ളത്? വിളിച്ചോ, ഞാൻ ഉത്തരം ചെയ്യാമെന്ന് പറയാൻ കാരുണ്യമുള്ള ആരാണിവിടെ ലോകത്തുള്ളത്? അത്ര സ്നേഹമുള്ള, വദൂദായ, സ്നേഹമുള്ളവനായ നാഥൻ ആരാണ് ലോകത്തുള്ളത്? അത്ര വലിയ കാരുണ്യമുള്ള റഹീമായ നാഥനോളം ആരാണിവിടെ ലോകത്തുള്ളത്? ആരുമില്ല.
ആരുമില്ല. അതാണ് ഇസ്ലാം പറയുന്നത്. അത്രത്തോളം നിന്നെ സ്നേഹിക്കുന്ന വദൂദായ, നിന്റെ എല്ലാം അറിയാവുന്ന അലീമായ, എന്തിനും കഴിവുള്ള ഖദീറായ, എല്ലാം കാണുന്ന ബസീറായ, എല്ലാം കേൾക്കുന്ന സമീആയ, എന്തിനും ഉത്തരം തരാൻ കെൽപ്പുള്ള മുജീബായ, എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും അഗാധമായി കൃത്യമായി രേഖപ്പെടുത്തി സൂക്ഷ്മമായി പറഞ്ഞു തരുന്ന ഖബീറായ, എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും അറിയാവുന്നവനായ നാഥൻ, അത് അവകാശപ്പെടാൻ ഈ പ്രപഞ്ചത്തിൽ നാഥനല്ലാതെ മറ്റാരാ ഉള്ളത്? ഉണ്ടെങ്കിൽ പറയട്ടെ, ആരാ ഉള്ളത്? ലോകത്തുനിന്ന് പലരും പലരോടും വിളിച്ചു തേടുന്നു, പ്രാർത്ഥിക്കുന്നു, പൂജിക്കുന്നു, വഴിപാടുകൾ നടത്തുന്നു, നമിക്കുന്നു, വണങ്ങുന്നു, സുജൂദ് ചെയ്യുന്നു. ഏതെങ്കിലും ഒരു ശക്തി പറയട്ടെ ഇത് വെല്ലുവിളിയാണ്? എന്റെ വെല്ലുവിളിയല്ല, നാഥന്റെ വെല്ലുവിളിയാണ്. എന്താണ് അവൻ വെല്ലുവിളിക്കുന്നത്? അറൂനി. അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ആരാധനകൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ജനസമൂഹമേ, അറൂനി, നിങ്ങൾ എനിക്ക് കാണിച്ചുതാ, മാദാ ഖലഖൂ മിനൽ അർദ്, ഭൂമിയിൽ അവരെന്തെന്നെയാണ് പടച്ചതെന്ന്. വല്ലവരും വല്ലതിനെയും പടച്ചിട്ടുണ്ടോ? വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്നവൻ ഖാലിഖാവണം. ആരാണ് ഖാലിഖ്? ആ നാഥന്റെ അടുത്ത വെല്ലുവിളി, ഹൽ മിൻ ഖാലിഖിൻ ഗൈറല്ലാഹ്, അല്ലാഹുവല്ലാതെ വല്ല പടച്ചവന്മാരുമുണ്ടോ? ഈ ലോകത്ത് കാണുന്ന ഒരു പുൽക്കൊടിയെ എങ്കിലും ഇന്നയാള് പടച്ചതാണെന്ന് പറയാൻ, ഇതിന്ന തങ്ങളുടെ സൃഷ്ടിയാണ്, ഇതിന്ന ബീവിയുടെ സൃഷ്ടിയാണ്, ഇതിന്ന അമ്മയുടെ സൃഷ്ടിയാണ്, ഇതിന്ന ബാബയുടെ സൃഷ്ടിയാണ്, ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? ഒരു പുൽക്കൊടിക്ക് പോലും ചലിക്കണമെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ നാഥനായ രാജാതിരാജനായ റബ്ബുൽ ആലമീൻ അവന്റെ മശീഅത്തും ഖുദറത്തും കൊണ്ടല്ലാതെ ചലിക്കാനാവില്ലെന്ന് വിശ്വസിക്കുന്നവരല്ലേ ഹിന്ദുക്കളാണെങ്കിലും മുസ്ലിമാണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും? എങ്കിൽ ആ വിശ്വാസത്തിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇസ്ലാം പറയുന്നു, ആ പറഞ്ഞതിനോട് കൂറുണ്ടെങ്കിൽ ഇസ്ലാം പറയുന്നു, അങ്ങനെയുള്ള ഖാലിഖ് ഒന്നേയുള്ളുവെങ്കിൽ നിന്റെ പ്രശ്നങ്ങൾ തീർക്കാൻ അവനെ കഴിയൂ, അവനെ നിന്റെ പ്രാർത്ഥന കേൾക്കാൻ കഴിയൂ, അവനെ നീ എവിടെ നിന്ന് വിളിച്ചാലും കാണാനും കേൾക്കാനും അറിയാനും ഒക്കെ കഴിയൂ. മറ്റാർക്കും അതിന് കഴിയില്ല. മറ്റാർക്കെങ്കിലും അതിന് കഴിയുമെന്ന് വിശ്വസിച്ചാലോ അവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നം വരുന്നത്. അതുകൊണ്ട് സമൂഹത്തോട് പലരും പറഞ്ഞു, എന്ത്, നിങ്ങൾ മറ്റുള്ളവരോട് വിളിച്ചു പ്രാർത്ഥിക്കരുത്, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും മുസ്ലിമീങ്ങളിൽ തന്നെ വിളിച്ചു തേടാൻ ആളുകളുണ്ട്. അങ്ങനെ ഒരു വർഗീയത ഉണ്ടോ ഇസ്ലാമിൽ? ചില ആൾക്കാർ അങ്ങനെ വിചാരിച്ചത്. എന്ത്, അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചുകൂടാ, ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചുകൂടാ, ക്രിസ്ത്യൻ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചുകൂടാ, മുസ്ലിമീങ്ങളുടെ ദർഗയിൽ പോയി പ്രാർത്ഥിക്കുക, എല്ലാ പ്രശ്നത്തിനും പരിഹാരം നമുക്ക് ആളുകളുണ്ട്. ഇങ്ങനെ ഉണ്ടാവോ ഇസ്ലാമിൽ? ഇങ്ങനെ ഉണ്ടാവോ? ഒരിക്കലും ഉണ്ടാവില്ല. ഇസ്ലാം അപ്പറയുന്നിടത്ത് ഒരു വിഭാഗീയതയില്ല. ഇന്ന ആളോടാണെങ്കിൽ പ്രാർത്ഥിച്ചോ, ഇന്ന ആൾക്കാരോടൊക്കെയാണ് ലിസ്റ്റ് തയ്യാറാക്കുക, ഇന്ന ആളുകളോടൊക്കെ ദുആ ചെയ്യാവുന്ന ആളുകൾ, ഇന്ന ആളുകളോടൊന്നും ദുആ ചെയ്യാൻ പറ്റാത്ത കമ്പനി. ഇങ്ങനൊരു വിഭാഗീയതയുണ്ടോ ഇസ്ലാമിൽ? ഇല്ല. എന്താ നമ്മുടെ നേതാവിനോട് പ്രഖ്യാപിക്കാൻ ഇസ്ലാം പറയുന്നത്? സൂറത്തുൽ ജിന്നിലൂടെ പഠിപ്പിക്കുന്നു, ഖുൽ ഇന്നമാ അദ്ഉ റബ്ബീ വലാ ഉശ്രികു ബിഹി അഹദാ. നബിയെ പറയൂ, പഠിപ്പിക്കൂ, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എന്റെ രക്ഷിതാവിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ, വലാ ഉശ്രികു ബിഹി, അവനിൽ ഞാൻ പങ്കുചേർക്കുകയില്ല. ആരെയും പങ്കുചേർക്കില്ല എന്നാണ്. നബിയെയും പങ്കുചേർക്കില്ല, വലിയനെയും പങ്കുചേർക്കില്ല, ഒരാളെയും പങ്കുചേർക്കില്ല എന്ന് പറഞ്ഞാൽ, അഹദ എന്ന് പറഞ്ഞാൽ ഒരാളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അല്ലാഹയല്ലാത്ത മുഴുവനും പെട്ടുകഴിഞ്ഞു. അല്ലാഹയോടല്ലാതെ ഞാൻ പ്രാർത്ഥിക്കുകയില്ലെന്ന് പറയൂ നബിയേ. ഇവിടെ ഒതുങ്ങി, അതല്ലാതെ മറ്റോടത്ത് പോയിക്കൂടാ. ഇവിടെ അത് നമ്മളെ തീർത്ഥാടന കേന്ദ്രം, ഇത് മറ്റൊരു തീർത്ഥാടന കേന്ദ്രം. അവിടെ പോയി പ്രാർത്ഥിച്ച തൗഹീദ്, ഇവിടെ പോയി പ്രാർത്ഥിച്ച ശിർക്ക്. അങ്ങോട്ട് നേർച്ച കൊടുത്താ കുഴപ്പമില്ല, ഇങ്ങോട്ട് കോഴിയെ കൊടുത്താ കുഴപ്പമാണ്. ഇങ്ങനെയുണ്ടോ? ഇല്ല. ഇസ്ലാമിൽ അങ്ങനല്ല. ഇസ്ലാം പറയുന്നത് ആരോടായാലും പ്രപഞ്ചനാഥനല്ലാത്ത അവർക്കൊന്നും കേൾക്കാനും കാണാനും സഹായിക്കാനും ഒന്നും കഴിയൂല. അതേ അവസരത്തിൽ ലോകത്ത് അമ്പിയാക്കൾ വന്നിട്ടില്ലേ? ഉണ്ട്. ഔലിയാക്കൾ ഉണ്ടായില്ലേ? ഉണ്ട്. അമ്പിയാക്കൾക്ക് മുഅ്ജിസത്തുകൾ ഉണ്ടായിട്ടില്ലേ? ഉണ്ട്. ഔലിയാക്കൾക്ക് കറാമത്തുകൾ ഉണ്ടായിട്ടില്ലേ? ഉണ്ട്. പക്ഷേ
പക്ഷേ മുഅ്ജിസത്തുകൾ കൊടുത്തതാരാണ്? അല്ലാഹു. കറാമത്തുകൾ നൽകുന്നതാരാണ്? അല്ലാഹു. അവരുടെയും ആവശ്യങ്ങൾ വന്നപ്പോൾ ആ മുഅ്ജിസത്തുകളും കറാമത്തുകളും ഒക്കെ പ്രകടമാക്കപ്പെട്ട മഹാന്മാരായ അമ്പിയാക്കൾ, ഔലിയാക്കൾ, അവരുടെ പ്രതിസന്ധി വന്നപ്പോൾ പരിഹാരത്തിന് അവരിൽ ഒതുങ്ങിക്കൂടിയിട്ടില്ലല്ലോ. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പ് കഴിഞ്ഞുപോയ അമ്പിയാക്കൾ രോഗമുണ്ടായില്ലേ? പ്രയാസമുണ്ടായില്ലേ? സന്താനമില്ലാതെ വിഷമിച്ചില്ലേ? ഞങ്ങളൊക്കെ മുഅ്ജിസത്തുള്ളവരാ, ഞങ്ങളൊക്കെ കറാമത്തുള്ളവരാ, ഞങ്ങളെപ്പോടന്നെ ചോദിച്ചാൽ മതി, ഞങ്ങളെ പ്രശ്നം ഞങ്ങൾക്ക് തന്നെ പരിഹരിക്കാൻ കഴിയും എന്ന് വിചാരിച്ചോ അവർ? ഇല്ലല്ലോ. അതാ തേടുന്നു അന്നീ മസ്സനിയല്ലുർ വഅൻത അർഹമുർ റഹീമീൻ. അയ്യൂബ് നബി അലൈഹിസ്സലാം രോഗം വന്നപ്പോൾ നാഥനോടാണ് തേടിയത്, സന്താനത്തെ തരണേ. സക്കരിയ അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന, റബ്ബി ലാ തദർനീ ഫർദാ വഅൻത ഖൈറുൽ വാരിസീൻ. മുൻകഴിഞ്ഞു പോയ അമ്പിയാക്കളെ സമീപിച്ചുകൊണ്ട് അവരുടെ മഖാമുകൾ എവിടെയാണെന്ന്, അവരുടെ അടക്കം ചെയ്യപ്പെട്ട ഖബറുകൾ എവിടെയാണെന്ന് തേടിപ്പോകുന്ന സ്വഭാവമല്ല എല്ലാ അമ്പിയാക്കളുടെയും തേട്ടങ്ങളതാ പരിശുദ്ധ ഖുർആനിലില്ലേ, ഹദീസുകളിലില്ലേ. നമ്മുടെ നേതാവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ലോക മുസ്ലിമീങ്ങളുടെ നന്മയുടെ കാര്യത്തിൽ വലിയ ശ്രദ്ധയുള്ള, അവരോട് വാത്സല്യമുള്ള, അവരുടെ തീ ഒരിക്കലും അവരുടെ ശരീരത്തെ സ്പർശിക്കരുതെന്ന് ആഗ്രഹമുള്ള, അവരുടെ കാര്യത്തിൽ അത്യാർത്ഥിയുള്ള, അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം എന്നൊക്കെ സൂറത്തു തൗബയിൽ വിശേഷിപ്പിക്കപ്പെട്ട ആ നേതാവ് അവിടുന്ന് അതാ നമുക്ക് നിത്യജീവിതത്തിൽ ഒട്ടേറെ ദിക്റുകൾ പറഞ്ഞു തന്നില്ലേ? ഒരുപാട് ദിക്റില്ലേ? ചില ആൾക്കാർ മനസ്സിലാക്കി മുജാഹിദുകളോ, മുജാഹിദ് പ്രസ്ഥാനോ അത് ദിക്റില്ലാത്ത കൂട്ടരല്ലേ, ദുആയില്ലാത്ത കൂട്ടരല്ലേ, സലാത്തില്ലാത്ത ആൾക്കാരല്ലേ, ഔലിയാക്കന്മാരെ ഇല്ലെന്നെ. സലാത്തോ അതവർക്ക് ശിർക്കല്ലേ, ഖബർ സിയാറത്തോ അത് ശിർക്കല്ലേ. ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി ഖബറുകളിൽ പോയി പ്രാർത്ഥിക്കേ, അയ്യേ പാടില്ലല്ലോ. എങ്കിൽ പിന്നെ അവരുടെ പള്ളിയിൽ പോകരുത്, അവരുമായി മിണ്ടരുത്, സലാം പറയരുത്, ഒരു വഴിയിൽ അവരെ കണ്ടുമുട്ടിയാ തിരക്കി തള്ളിയിടണം. ഇങ്ങനെയൊക്കെ പറയുകയും എഴുതുകയും ചെയ്യുമ്പോ ഒന്നാലോചിച്ചു ലോകം കണ്ട നേതാവ് നമുക്ക് പഠിപ്പിച്ചു തന്ന ദിക്റുകൾ എത്രയാണ്? അത് നിർവഹിക്കുന്നവരാ മുജാഹിദുകൾ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ദിക്ർ ചൊല്ലിക്കൊണ്ടാ മുസ്ലിം എഴുന്നേൽക്കുന്നത്. അൽഹംദുലില്ലാഹ് അല്ലദീ അഹ്യാനാ ബഅദമാ മാതനാ വഇലൈഹി നുശൂർ. അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് അതാ ഖബറിൽ കുറേ കാലം കിടന്ന് മഹ്ശറിലേക്ക് പോകുന്ന പോക്കിനെ ഓർത്തുകൊണ്ട് തന്റെ ബെഡിൽ നിന്ന് എഴുന്നേൽക്കുന്ന ഒരു മുസ്ലിം, അത് ആദർശമായി പഠിപ്പിക്കുന്നവരാണ് മുജാഹിദ് പ്രസ്ഥാനം. അവിടം തുടങ്ങുന്നു ജീവിതത്തിന്റെ ദിക്റുകൾ. അവിടുന്ന് അങ്ങോട്ട് ഓരോ സന്ദർഭങ്ങളിലും ചൊല്ലാനും പറയാനും പ്രാർത്ഥിക്കാനും കേണപേക്ഷിക്കാനും ധാരാളം ദിക്റുകളും പ്രകീർത്തനങ്ങളും പ്രാർത്ഥനകളും അതാ ഈ സമൂഹത്തിന്റെ മുമ്പാകെ പഠിപ്പിച്ച് അവസാനമതാ ഉറങ്ങാൻ കിടക്കുമ്പോ ശുദ്ധിയോടെ, ഉളുവോടെ, ഏറ്റവും കൂടുതൽ വൃത്തിയോടെ തന്റെ ബെഡിലേക്ക് ചെന്ന് കിടക്കുന്ന ബെഡൊക്കെ ഒന്ന് തട്ടിക്കുടഞ്ഞ് വലതുഭാഗത്തേക്ക് ചെരിഞ്ഞ് കിടന്ന് നാഥന്റെ മുമ്പിലതാ വളരെ വിനയത്തോടുകൂടി ഒരുപാട് ദിക്റുകളും സൂറത്തും ദുആകളും ഒക്കെ നിർവഹിച്ച് അവസാനം എന്തു പറയുന്നു? ആമൻതു ബികിതാബികല്ലദീ അൻസൽത വബിനബിയികല്ലദീ അർസൽത. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് അവതരിപ്പിച്ചിരുന്ന ഖുർആനിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, നിന്റെ റസൂലിൽ നീ അയച്ചിരുന്ന നിന്റെ നബിയിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാ മുസ്ലിം ഉറങ്ങുന്നത്. ദിക്റില്ലേ? ദിക്റില്ലാത്ത ഇബാദ. പക്ഷേ ഈ ഹാ ഹൂ ഹീ എന്ന് പറയുന്ന ചില പൊട്ടൻ ദിക്റുകൾ ചൊല്ലുന്ന ആളുകളുണ്ട്, ആടുന്നവരുണ്ട്. ദിക്റാണ് ചൊല്ലാൻ എന്നാൽ അവർക്ക് ദിക്റ്, അവർക്ക് ഖൗഫ് വേണമെങ്കിൽ, അവർക്ക് പരലോകത്ത് പുണ്യം കിട്ടണമെങ്കിൽ അതാ കവുങ്ങാടും പോലെ നിന്ന് ആടണം, തുള്ളണം, അതുപോലെ തന്നെ ഒച്ചയിടണം, വിളക്കണക്കണം. ഇസ്ലാമിൽ ഒരൊറ്റ സ്ഥലത്തും വിളക്കണച്ചിട്ട് ദിക്റെല്ലാം പറഞ്ഞില്ല. ഒറ്റക്കിങ്ങനെ ഒറ്റക്കാണെന്ന് സങ്കല്പിക്കുക, വിളിച്ചട്ടഹസിക്കുക, ആഹ് എന്ന് അട്ടഹസിക്കുക. അതോ ഒരു തവണയാണോ? 333 തവണ. അതുപോലെ ലാ ലാ എന്നൊരു പ്രത്യേകമായ ദിക്ർ, അല്ല അല്ല എന്ന് അപ്പ തന്നെ ഇല്ല ഇല്ല എന്നും പറഞ്ഞുകൊണ്ടും ഈ രൂപത്തിലൊക്കെ കുറച്ചും കൂടി അങ്ങോട്ട് മണ്ണാർക്കാടിന്റെ സമീപത്തേക്ക് അങ്ങോട്ട് ചെന്നാൽ അമ്പംകുന്നിലെ വീരാന ഉലിയപ്പാപ്പ പുരോഗമിച്ച് അള്ളാഹിനോട് വല്ലാത്ത അടുപ്പം കിട്ടിയപ്പോ മൂപ്പർക്ക് തോന്നി, എന്റെ കണ്ണും മൂക്കൊന്നും ഞാനല്ല, അള്ളന്നെയാണ്, ഞാൻ മുഴുവനും അള്ളയാണ്. അതുകൊണ്ട് പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പോയിട്ട് ലാ ഐന ഇല്ലല്ലാഹ്, ലാ ഉദ്ന ഇല്ലല്ലാഹ്, ലാ അൻഫ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ലാ ഐന ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ കണ്ണില്ല, അല്ലാഹു അല്ലാതെ കാതില്ല,
കാതില്ല, ലാ മൂക്കയില്ലല്ലാ, ലാ നാക്കയില്ലല്ലാ, ലാ പള്ളയില്ലല്ലാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ദിക്റുകൾ. ഇത് ചൊല്ലാൻ മുജാഹിദുകളെ കിട്ടൂല, ഇത് ചൊല്ലാൻ മുജാഹിദ് പ്രസ്ഥാനം പറയൂല. ഇത് ഏറ്റവും വലിയ അധപ്പതനമാണെന്ന് തുറന്നു പ്രഖ്യാപിക്കും മുജാഹിദുകൾ. എന്തേ കാരണം? നേതാവ് ഞങ്ങളോട് പറഞ്ഞത് അതാ, നിങ്ങൾക്ക് എന്നിലാണ് മാതൃക, ഇതിലപ്പുറം ഒരാൾ നിർമ്മിച്ചുണ്ടാക്കിയാൽ മൻ അമില അമല ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. ആരെങ്കിലും നമ്മുടെ കൽപ്പനയില്ലാത്തൊരു പ്രവൃത്തി ചെയ്താൽ അത് തള്ളണം, അത് തള്ളണം. നമ്മുടെ ഈ ദീനിന്റെ കാര്യത്തിൽ അതിലില്ലാത്ത ഒന്നാരെങ്കിലും പുതിയനായി കൊണ്ടുവന്നാൽ അത് തള്ളണം. അത് തള്ളാൻ പറയും മുജാഹിദുകൾ, തള്ളും മുജാഹിദുകൾ. അതാരെയും കാത്തു നിൽക്കാറില്ല. അവര് പറഞ്ഞാൽ ഞങ്ങളും പറയാന്ന് കാത്തു നിൽക്കാറില്ല. കാരണം മുജാഹിദുകൾ ഒപ്പം കൂടികളല്ല. എന്താണോ ആദർശം അത് കൃത്യമായി അങ്ങ് പറയും. എന്താണ് ലക്ഷ്യം? നാഥന്റെ പ്രതിഫലം ഒന്ന് മാത്രം. ആ ലക്ഷ്യത്തിലാണ് പ്രിയപ്പെട്ടവരെ മുജാഹിദുകൾ നീങ്ങുന്നത്. അതേ അവസരത്തിൽ നിങ്ങൾ നോക്കൂ, അള്ളാഹുവിന്റെ ഈ ഗുണവിശേഷങ്ങളെ പടപ്പുകളിൽ ആരോപിക്കുകയാണെന്നൊരു വിഭാഗം ആളുകൾ ചെയ്യുന്നത്. അള്ളാഹിനോട് തേടുന്നതൊക്കെ പടപ്പുകളോടും തേടാം എന്നൊരു വിഭാഗം പറഞ്ഞാലോ? എന്റെ ശ്രോതാക്കളെ ഒന്ന് മനസ്സറിഞ്ഞുകൊണ്ടൊന്ന് ചിന്തിക്കൂ, ഒന്ന് നിഷ്പക്ഷമായി ഒന്ന് ആലോചിക്കൂ. ഒരുത്തൻ പറയുകയാണ്, ഒരാൾ പറയുകയാണെന്ന് അള്ളാഹുവിനോട് തേടുന്നത് മുഴുവനും പടപ്പുകളോടും തേടാം, ഒരു പ്രശ്നവുമില്ല. അള്ളാഹിനോട് തേടുന്നതൊക്കെ, അള്ളാഹിനോട് ചോദിക്കുന്നതൊക്കെ സൃഷ്ടികളോടും ചോദിക്കാം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ അവന്റെ സ്ഥാനം എവിടെയാണ്? അവനെ മുസ്ലിമായി അംഗീകരിക്കാമോ? അവനെ മുസ്ലിമായി അംഗീകരിക്കാമോ? എന്നാ നിങ്ങൾ കേട്ടോ, ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നു. ഒരു സഖാഫിയത ജനങ്ങളെ പഠിപ്പിക്കുകയാണെന്ത്? മരണാനന്തരം, ആരുടെ മരണാനന്തരം? മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് പറയാണ്. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മരണാനന്തരം ഏത് വിഷയത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹായാർത്ഥന നടത്താമെന്നതിന് പ്രമാണങ്ങളിൽ തെളിവുകളുണ്ട്. മനസ്സിലാക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഇപ്പോ അവിടുന്ന് മരണാനന്തരാണല്ലോ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് നമുക്കിപ്പോ ഏത് വിഷയത്തിലും സഹായാർത്ഥന നടത്താമെന്ന് പ്രമാണങ്ങളിലുണ്ട്. എവിടെ സഹോദര? ഏത് വിഷയത്തിലും? അല്ലാഹുവിന്റെ റസൂലേ, എന്നെ നരകത്തിയിൽ നിന്ന് രക്ഷിക്കണേ, എനിക്ക് മാർഗദർശനം നൽകണേ, എന്റെ രോഗം മാറ്റണേ, ഇങ്ങനെ ഏത് കാര്യത്തിനും നമുക്ക് യാ റസൂലല്ലാഹ് ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ എന്നിങ്ങനെ ഏത് കാര്യത്തിനും അല്ലാഹുവിന്റെ റസൂലിനോട് പ്രാർത്ഥിക്കാമെന്ന് ഒരു വിഭാഗം ആളുകൾ പറയുകയാണ്. തീർന്നില്ല, ഒന്നും കൂടെ കേട്ടോളൂ. മറ്റൊരാൾ എഴുതുകയാണ്, അല്ലാഹുവിനോട് ചോദിക്കുന്നതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടും ചോദിക്കാം. യാതൊരു തെറ്റും ശിർക്കും അതിലില്ല. ശ്രദ്ധിക്കുന്നുണ്ടോ എന്റെ ശ്രോതാക്കള്? ഈ മുജാഹിദുകളെല്ലാം നിങ്ങൾ ഖബറുകളിൽ പോയിട്ടോ അല്ലാതെയോ മഹാത്മാക്കളെ വിളിച്ചു പ്രാർത്ഥിക്കല്ല എന്ന് പറയുമ്പോ നിങ്ങൾ എന്താണ് ഈ പറയുന്നത് മൗലവിമാരെ? ഞങ്ങളാരാണ് മഹാത്മാക്കളോട് പ്രാർത്ഥിക്കുന്നത്? ഞങ്ങളാരാണ് അവരെ വിളിച്ച് തേടാറുള്ളത്? ഞങ്ങളതാ അവരുടെ ഹക്ക് കൊണ്ട് പുറത്തു തരണേ എന്നല്ലേ പറയാറുള്ളത്. അവരൊക്കെ മഹാന്മാരാണ്, അവരുടെ മഹത്വം കൊണ്ട് റബ്ബേ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ എന്നല്ലേ പറയാറുള്ളൂ. അതും ഇസ്ലാമിൽ തെളിവുള്ള പ്രാർത്ഥനയല്ലാതെ വേറെ വിഷയം. പക്ഷേ അതാണോ ഇവിടെ നടക്കുന്നത്? അല്ല. ഈ ലോകത്ത് മനുഷ്യന്റെ കാര്യങ്ങളൊക്കെ നേടിത്തരുന്നത് അതാ വഫാത്തായി പോയിട്ടുള്ള മഹാന്മാരാണെന്ന് ജനങ്ങളോട് പഠിപ്പിക്കുന്നു, എഴുതിവിടുന്നു. എന്താ കാരണം എന്നറിയോ? മഹാന്മാരായ ആളുകൾക്ക് എല്ലാ കാര്യവും അറിയാവുന്നതാണ്, എല്ലാ കാര്യവും അറിയാം. തരീക്കത്തുകാര് പെരിന്തൽമണ്ണയിൽ നിന്നല്ലേ സംസാരിക്കുന്നത്? രാജ്യത്തിന്റെ പല ഭാഗത്തുണ്ട് അവിടെ എവിടെയായിട്ട് ചില തരീക്കത്തുകാർ. ആ തരീക്കത്തുകാർക്ക് റാൻമൂളികളായി നടക്കുന്ന സമസ്തക്കാരെന്ന് പറയുന്ന ആളുകളും ഇവരുടെയൊക്കെ വിശ്വാസം എന്താ? ഒരു ശൈഖും മുരീദും തമ്മിലുള്ള ഏറ്റവും വലിയ ബന്ധം എന്താ? ഒരു ശൈഖ് മുരീദിന്റെ എല്ലാ കാര്യങ്ങളും അറിയുമെന്നാണ്. എല്ലാം അറിയും. മുരീദ് സ്ഥലത്തുണ്ടാവട്ടെ, ശൈഖ് സ്ഥലത്തുണ്ടാവട്ടെ, ഇല്ലാതിരിക്കട്ടെ. ഞാൻ ഒരു തെറ്റൊരു മുരീദ് ചെയ്യാൻ വിചാരിക്കുമ്പോഴേക്ക് ലോകത്തിന്റെ ഏത് ഭാഗത്താണ് ശൈഖ് ഉള്ളതെങ്കിലും, ജീവിച്ചിരിക്കുന്ന ശൈഖാണെങ്കിലും വഫാത്തായ ശൈഖാണെങ്കിലും ഇടപെടുന്നതാണ്.
ഇടപെട്ടുകൊണ്ട് നിയന്ത്രിക്കും, ഇടപെട്ടുകൊണ്ട് കാര്യങ്ങളെ നിയന്ത്രിക്കുമെന്നാണ്. ഇതായി കാണുന്നത് തരീഖത്തുകാരുടെ പുസ്തകമാണ്. ഈ പുസ്തകം ഇറക്കിയിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ AP വിഭാഗം സമസ്തക്കാരാണ്. അവരുടെ പുസ്തകത്തിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. നിങ്ങൾ നോക്കൂ എന്താ പറയുന്നത്. ഒരു ശൈഖ് തന്റെ ശിഷ്യരോട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു ശൈഖിന്റെ മുഴുവൻ മദ്ഹുകളാണ് ഈ പുസ്തകത്തിൽ. ഷാദുലി തരീഖത്തിന്റെ ശൈഖിനെ പുകഴ്ത്തിക്കൊണ്ടിറക്കിയ പുസ്തകമാണ്. കേരളത്തിലെ മലയാളികൾക്ക് നൽകുന്ന പുസ്തകം, നമ്മുടെ വിഭാഗത്തിലെ AP വിഭാഗം ആളുകൾ ഇറക്കുന്ന പുസ്തകം. അവരാണ് പറയുന്നത്. AP ഞാൻ വെറുതെ പറഞ്ഞതാണ്, മനസ്സിലാകാൻ വേണ്ടി മാത്രം. ഈക്കക്കാരും എല്ലാവരും ഈ വിഷയത്തിൽ ഇവരുടെ ഒക്കെ വിശ്വാസം ഒന്നാണ്. എന്താ ശൈഖ് ശിഷ്യരോട് പറയുന്നത്? നിങ്ങൾ എന്റെ അരികിലോ വിദൂരത്തോ ആവട്ടെ, നിങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും ഞാൻ നിങ്ങളെ രക്ഷിക്കും. ശൈഖ് പറയാണ്. ശൈഖ് മുരീദന്മാരോട് ഉറപ്പ് കൊടുക്കാണ്, നിങ്ങൾ എവിടെയാവട്ടെ, എന്റെ അരികിലോ ദൂരത്തോ എവിടെയാവട്ടെ, നിങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും ഞാൻ നിങ്ങളെ രക്ഷിക്കും, ഞാൻ നിങ്ങളെ രക്ഷിക്കും. അത് പറയാ മാത്രല്ല ഒരു കള്ളക്കഥയും ഇതിൽ കൊടുക്കുകയാണ്. എന്താണ് ഇത്? ഒരിക്കൽ ഒരു ശിഷ്യൻ കേട്ടപ്പോ ശിഷ്യന് തോന്നി അപ്പറഞ്ഞത് അത്ര ശരിയല്ലല്ലോ. ഒരു ശിഷ്യന് തോന്നി, മൂപ്പർക്ക് തോന്നി ഇത് അത്ര ഗൗരവമുള്ള വാക്കാണ് പറഞ്ഞത്. അങ്ങനെ മൂപ്പർക്ക് ഒരു വല്ലായ്മ, മനസ്സിനൊരു ആശ്വാസം. അങ്ങനെ അറിയാം അള്ളാഹ്ക്കല്ലേ സാധിക്കൂ, വിദൂരത്തുള്ളതൊക്കെ അറിയാനും രക്ഷിക്കാനും അള്ളാഹ്ക്കല്ലേ സാധിക്കൂ എന്ന് ഒരു മുരീദിനൊരു അല്പം ശങ്ക. അങ്ങനെ ഒരു ശങ്ക വന്നപ്പോ അങ്ങനെ ഇയാള് എവിടെയോ ഒരു കടപ്പുറത്ത് പോയി ഇങ്ങനെ ഇരിക്കണല്ലോ. അങ്ങനെ ഒരു കടപ്പുറത്ത് പോയി ഇങ്ങനെ ഇരിക്കുമ്പോ അതാ അയാളുടെ മുമ്പിലേക്ക് ഒരു സുന്ദരിയായ സ്ത്രീ പ്രത്യക്ഷപ്പെടുകയാണ്. ആ സുന്ദരിയായ സ്ത്രീ വന്നിട്ട് എന്താണ് ചോദിക്കുന്നത്? അയാളുടെ ശരീരത്തിൽ കൈവച്ചു. അപ്പൊ ഈ ശൈഖ് പറഞ്ഞല്ലോ, എന്താ നിങ്ങൾക്ക് വേണ്ടത്? ഈ പെണ്ണ് പറഞ്ഞു, എനിക്ക് നിങ്ങളെയാണ് വേണ്ടത് എന്ന്. അവസാനം അവളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ മുരീദിന് സാധിച്ചില്ല. അവളുടെ വികാരശമനത്തിന് വേണ്ടി അതാ ഈ പെണ്ണിവളെ ഉപയോഗിക്കാൻ ശ്രമിച്ചപ്പോൾ ഉടനെ മുഴങ്ങുന്നു ഒരു ശബ്ദം. അതാണ് കഥയുടെ ക്ലൈമാക്സ്. എന്താണ് ശബ്ദം മുഴങ്ങുന്നത്? ഇയാൾ ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി ഒരുങ്ങുമ്പോഴേക്ക്, അല്ലെങ്കിൽ ആ പെണ്ണ് ഒരുങ്ങുമ്പോഴേക്ക് ഉടനെ എന്താണ് സംഭവിക്കുന്നത്? എന്താണിത് എന്നൊരു അലർച്ച, ഒരു ശബ്ദം. ആരാന്നൊന്നുമില്ല, എന്താന്നൊരു ശബ്ദം കേട്ടില്ലേ? അതോടൊപ്പം ശേഷം ഷാദുലി മാലിയെ വലിച്ചൊരേറ്, മാലിനായി ശിഷ്യന്റെ പേര്, ഇയാളെ വിളിച്ചൊരൊറ്റ ഏറാണ്. എറിഞ്ഞു എന്ന് മാത്രല്ല, വീണ സ്ഥലത്ത് ആരെയും കാണാനില്ല. അവസാനം എല്ലാം ഇയാൾക്ക് മനസ്സിലായി. ഇന്നലെ എന്റെ ശൈഖിനെ കുറിച്ച് മനസ്സിൽ തോന്നിയതിനുള്ള മറുപടിയാണ് ഇപ്പൊ ഈ കിട്ടിയത്. എന്റെ ശൈഖാ എന്നെ വലിച്ചെറിഞ്ഞത്, എന്റെ ശൈഖാണ് ഇപ്പൊ എന്നെ നിയന്ത്രിച്ചത്. മാത്രല്ല അവസാനം ശൈഖിനെ സമീപിച്ചപ്പോ ശൈഖ് പറയാണ്, ഓ മാലി, നീ എന്നെ കുറിച്ച് ഇന്നലെ ഞാൻ പറഞ്ഞതിനെതിരിൽ ചിന്തിച്ചില്ലേ? ഇന്ന് ഞാൻ നിന്നെ രക്ഷിക്കുകയും ചെയ്തില്ലേ? അങ്ങനെ അല്ലെങ്കിൽ ഞാൻ ശൈഖാവൂല. എന്താ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായത്? ഒരു മുരീദും ഒരു ശൈഖും തമ്മിലെ ബന്ധാണത്. ഒരു തരീഖത്തിൽ ഒരാൾ മെമ്പറായി കഴിഞ്ഞാൽ ഇവര് ശൈഖുമാരെന്ന് പരിചയപ്പെടുത്തുന്ന മുജാഹിദുകൾക്ക് വലിയൊരു ആരോപണം ഉണ്ടല്ലോ. എന്താണ്? അവർ ഔലിയാക്കളെ തള്ളുന്നു. ഞങ്ങൾ ഒരു ഔലിയാക്കളെയും തള്ളുന്നില്ല, അള്ളാഹുവിന്റെ വലിയകളെ മുഴുവൻ അംഗീകരിക്കുന്നു. പക്ഷേ ഖുർആൻ രണ്ടു തരം ഔലിയാക്കളെ പറയുന്നുണ്ട്. ഒന്ന് ഔലിയാ ഉല്ലാഹ്, അത് മുജാഹിദുകൾ ഇരു കൈയും നീട്ടി ആ കൽപ്പനകൾ മുഴുവൻ സ്വീകരിക്കുന്നു, ജനങ്ങളോട് ആ ഗ്രൂപ്പിലാവാൻ പ്രബോധനം നടത്തുന്നു. അതേ അവസരത്തിൽ റബ്ബദ മറ്റൊരു ഗ്രൂപ്പിനെ പറയുന്നുണ്ട്, ഔലിയാ ഉശ്ശൈത്താൻ, ഔലിയാ ഉശ്ശൈത്താൻ, പിശാചിന്റെ വലിയകൾ. അവർക്ക് പിന്നെ നിസ്കരിക്കുന്നത് കാണൂല, നോമ്പെടുക്കുന്നത് കാണൂല, ഒരു തടിയൊന്നല്ല 40 തടിയാണ്. ചിലർക്ക് ഗ്രേഡ് കൂടിയാൽ 360 തടിയാണ്. അവർ 360 സ്ഥലത്ത് പ്രത്യക്ഷപ്പെടും. അമ്പങ്കുന്നിലെ ബീരാനൗലിയപ്പാപ്പാനെ മണ്ണാർക്കാട്ടും കണ്ടവരുണ്ട്, കട്ടുപ്പാറയിലും കണ്ടവരുണ്ട്, അതാ പെരിന്തൽമണ്ണയിലും കണ്ടവരുണ്ട്, അതേ അവസരത്തിൽ മക്കത്തും മുക്കത്തും കണ്ടവരുണ്ട്. ഇങ്ങനെ ഓരോ സ്ഥലത്തും കാണുകയാണ്. കാരണം ഇവർക്ക് എമ്പാടും തടികളാണ്, ഒരുപാട് ശരീരങ്ങളാണ്. ഇങ്ങനെ ഒരു വലിയ മുജാഹിദ് പ്രസ്ഥാനത്തിന് വിശ്വാസമല്ല. ഇങ്ങനെ ഒരു വലിയ ഞങ്ങളുടെ നേതാവ് പഠിപ്പിച്ചിട്ടില്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനേക്കാൾ ലോകത്തൊരു നല്ല മനുഷ്യൻ, അതുപോലത്തെ ഒരു നല്ല മനുഷ്യൻ വന്നിട്ടില്ല, ഇനി വരില്ല. അങ്ങനെയുള്ള നേതാവിന് ഒരൊറ്റ ശരീരമേ ഉണ്ടായിട്ടുള്ളൂ, ഒരൊറ്റ ശരീരം. ആ ശരീരം കൊണ്ടാ ഹിജ്റ പോയത്, ആ ശരീരം കൊണ്ടാ പ്രയാസപ്പെട്ടത്, ആ ശരീരം കൊണ്ടാ മദീനത്തെ പള്ളിയിൽ നിസ്കരിക്കാൻ വന്നത്, ആ ശരീരം കൊണ്ടാ മക്കത്ത് ഹജ്ജിന് വന്നത്. എപ്പോഴും ഒരൊറ്റ ശരീരം. ഒരു ശരീരത്തെ ഇവിടെയാക്കി മറ്റൊരു ശരീരത്തെ ഖലീഫയാക്കി പോകുന്ന നേതാവ് അള്ളാഹുവിന്റെ റസൂൽ അങ്ങനത്തെ ഒരു നേതാവായിരുന്നില്ല. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമദാ മദീന വിട്ടാൽ മദീനത്തെ പള്ളിയിലതാ ഉത്തരവാദിത്തം ഏൽപ്പിച്ചുകൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂമിനെ ഖലീഫയാക്കും. അങ്ങനെ
അങ്ങനെ പലരെയും ഖലീഫയാക്കിക്കൊണ്ട് നേതാവ് പുറത്തു പോകും. ഞാനെന്തിന് മറ്റുള്ളവരെ ഖലീഫയാക്കണം? എനിക്കൊരുപാട് തടിയല്ലേ, എനിക്കൊരുപാട് ശരീരങ്ങളല്ലേ? നേതാവ് അത് ചിന്തിച്ചിട്ടില്ല, അവിടുത്തേക്ക് അത് പരിചയമില്ല. കാരണം അവിടുത്തേക്ക് കിട്ടുന്ന വഹയുകൾ മുഴുവനും അല്ലാഹു റബ്ബുൽ ആലമീനിൽ നിന്നാണ്. എന്നാൽ ഇത്തരം വികൃതി വിശ്വാസക്കാർക്ക് കിട്ടുന്ന വഹയുകൾ മുഴുവനും ഇന്ന ശൈത്താന ലയുഹൂന ഇലാ ഔലിയാഇഹിം, ശൈത്താൻ അവന്റെ ഔലിയാക്കൾക്ക് കുറച്ച് വഹയൊക്കെ കൊടുക്കുന്നുണ്ട്, അതാണ് അവർ പ്രചരിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അതാ ഈ വിശ്വാസമാണ് ജനങ്ങളെ അതിലേക്ക് നയിക്കുന്നത്. ആ വിശ്വാസപ്രകാരമാണ് ഇന്ന് പലരും പലരെയും വിളിച്ച് തേടുന്നത്. മുഹീദ്ദീൻ ശൈഖിനോട് തേടുന്നു, മമ്പുറത്തെ തങ്ങളോട് തേടുന്നു, ഇർവാടിയിലെ ഇബ്രാഹിം ബാദുഷയോട് തേടുന്നു, അതുപോലെ തന്നെ അജ്മീറിലെ ഖാജാ മുഈനുദ്ദീൻ ചിശ്തിയെ വിളിച്ച് തേടുന്നു. അങ്ങനെ പലരെയും തേടുമ്പോഴും എല്ലാവരും വിശ്വസിക്കുന്നത് എന്താണ്? ഞാൻ ഈ തേടുമ്പോൾ എന്റെ ശൈഖ് എന്നെ കാണുന്നു, എന്നെ അറിയുന്നു, എന്നെ മനസ്സിലാക്കുന്നു, എന്റെ വികാരങ്ങൾ അറിയുന്നു, എന്നെ സഹായിക്കുന്നു. ഇത് സമാധാനത്തിന്റെ സന്ദേശത്തിന് എതിര് തന്നെ. കേട്ടോ ഒരു സംഭവം, എന്താ വായിക്കാൻ പോകുന്നത്? എന്താ ശരിക്ക് കേട്ടോ. ഈ സമുദായത്തെ എവിടെയാ കൊണ്ടുചെന്ന് എത്തിച്ചത് എന്ന് മനസ്സിലാക്കാനാ. നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുമ്പോ എന്താ വേണ്ടത് എന്നാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. എന്താ പറയുന്നത്? ഷെയ്ഖിന്റെ ഉത്തരം ആഗ്രഹിക്കുന്നവർ മുഹീദ്ദീൻ ഷെയ്ഖിനെ വിളിക്കാനുള്ള നിയമം പറയാണ്. മുഹീദ്ദീൻ ഷെയ്ഖിന്റെ ഉത്തരം ആഗ്രഹിക്കുന്നവർ ഭൗതികമോ പാരത്രികമോ ഏത് ആവശ്യമായാലും, എന്താവശ്യം വന്നാലും എന്ത് ചെയ്യണം? തിങ്കളാഴ്ച രാത്രി സുബഹിക്ക് മുമ്പായി എണീറ്റ് നന്നായി ഉളൂ ചെയ്ത് ആവശ്യത്തിനുള്ള നിസ്കാരം എന്ന നിയത്തോടുകൂടി അല്ലാഹുവിന് 2 റക്അത്ത് നിസ്കരിക്കണം. ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം 11 വട്ടം സൂറത്തുൽ കാഫിറൂനയും, രണ്ടാമത്തതിൽ ഫാത്തിഹയ്ക്ക് ശേഷം 11 വട്ടം ഇഖ്ലാസ് സൂറത്തും ഓതണം. സലാം വീട്ടി പിന്നെയും 11 വട്ടം ഇഖ്ലാസ് ഓതണം. പിന്നെ ഗൗസിന്റെ സാന്നിധ്യം ഉണ്ടാകണേ എന്ന് 11 പ്രാവശ്യം പറയണം. ബിഹാദിഹി സിഫ യാ സയ്യിദി അബ്ദുൽ ഖാദിർ മുഹിയുദ്ദീൻ എന്ന് 11 തവണ വിളിക്കണം. പിന്നീട് കിഴക്കോട്ട് 11 അടി നടക്കണം. എന്തൊരിടങ്ങേറ്! പിന്നെ കിഴക്കോട്ട് 11 അടി നടക്കണം. ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും കിഴക്കോട്ട് തന്നെ പോണട്ടോ. കിഴക്കോട്ട് 11 തന്നെ ആവണം. 12 പറ്റില്ലേ, 10 പായിക്കൂടാ. ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും എന്ത് ചെയ്യണം? യാ ശൈഖ് അബ്ദുൽ ഖാദിർ, യാ ജീലാനി എന്ന് പറയുകയും വേണം. അതിന്റെ ശേഷം നല്ലൊരു പാട്ടും നല്ലൊരു ബൈത്തും ചൊല്ലണം. അയുദിരികുനി ലൈമുൻ വഅൻത ദഖീറതി വഉളമു ഫിദ്ദുനിയാ وأنت نصيري وعر على راعي الحمى وهو في الحمى إذا ظل في البيداء قالوا بعيري. എന്റെ രക്ഷാകർത്താവ് നിങ്ങളായിരിക്കുമ്പോൾ എനിക്കുണ്ടോ വല്ല ദ്രോഹവും ഏൽക്കുന്നു? പാട്ടിന്റെ അർത്ഥമാ പറയുന്നത്. എന്റെ രക്ഷാകർത്താവ് നിങ്ങളായിരിക്കുമ്പോ മുഹീദ്ദീൻ ശൈഖ് എന്നെയുണ്ടോ വല്ലവരും ദ്രോഹിക്കുന്നത്? ഒരിക്കലുമില്ല. നിങ്ങൾ എന്റെ സഹായിയായിട്ടുണ്ടാകുമ്പോൾ ദുനിയാവിൽ ഞാൻ ആക്രമിക്കപ്പെടുകയോ അതും ഉണ്ടാകൂല. ഒരു ഫോറസ്റ്റ് കാവൽക്കാരനായ ഇടയൻ ആ സങ്കേതത്തിൽ തന്നെ ഉണ്ടായിരിക്കുമ്പോൾ ഒരു ഒട്ടകത്തിന്റെ കയറ് പോലും ആ വനത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നത് പോരായ്മയല്ലേ? അതുകൊണ്ട് ആ അപമാനം അങ്ങേക്കുണ്ടാവില്ലല്ലോ. അതുകൊണ്ട് അങ്ങന്റെ രക്ഷകനായി ഉള്ളപ്പോൾ എനിക്കൊന്നും പേടിക്കാനില്ലല്ലോ. ഇതും പറഞ്ഞിട്ട് യാ സയ്യിദി അബ്ദുൽ ഖാദിർ യാ ജീലാനി ബിമദദിക വഗിയാസതിക അദ്രികിനി എന്നങ്ങ് തേടിയാൽ നിന്റെ ലക്ഷ്യങ്ങളെല്ലാം ശൈഖ് സാധിപ്പിച്ചു തരുന്നതാണ്. നോക്കൂ, ഇങ്ങനെ ഒരാൾ ദൈവത്തെ പരിചയപ്പെടുത്തുകയാണ് നമ്മുടെ സമസ്തക്കാര്. അയ്യോ, അത് പറയേണ്ടിയിരുന്നില്ല. ആൾ ദൈവം ഒന്നും പറയണ്ട, എന്തായാലും നമ്മുടെ ശൈഖല്ലേ, ശൈഖ് ഇതിന് ഉത്തരവാദിയല്ലല്ലോ. ശൈഖ് ഇങ്ങനെ പറഞ്ഞോ? ശൈഖ് ഇങ്ങനെ പഠിപ്പിച്ചോ? ശൈഖ് മുരീദന്മാർക്ക് കൊടുത്ത ക്ലാസ്സുകളിൽ ഇങ്ങനെ പറഞ്ഞോ? ശൈഖ് എന്താ പറഞ്ഞത്? നിനക്കേത് പ്രശ്നം ഉണ്ടെങ്കിലും സിഖ് ബില്ലാഹ്, നാഥനെ പിടിച്ചോ, റബ്ബിനോട് പറഞ്ഞോ എന്ന് പഠിപ്പിച്ച നേതാവാണ് മുഹീദ്ദീൻ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി. എന്താ ആ ശൈഖിനെ ദൈവമാക്കുകയാണ്. ദൈവം എന്ന് പറഞ്ഞില്ലെങ്കിലും ഏത് പ്രശ്നവും പരിഹരിക്കാൻ മഹാനവർക്ക് കഴിയുമെന്ന് പറയുകയാണ്.
അദ്ദേഹത്തിന് കഴിയുമെന്ന് പറയുകയാണ്. ഏതുപോലെ അതാ ക്രിസ്ത്യാനികൾ അതാ ഈസാ അലൈഹിസ്സലാം എല്ലാത്തിനും കഴിവുള്ള ആളാണെന്ന് പറഞ്ഞുകൊണ്ട് ഇലാഹാക്കുന്നു, പൂജിക്കുന്നു, ആരാധിക്കുന്നു. കന്യാമറിയമേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഓ അത് കുഴപ്പമില്ല. യേശുവേ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ ശിർക്ക്. യാ ഈസാ അലൈഹിസ്സലാം എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ തൗഹീദ്. ഓ ഓ കന്യാമറിയമേ എന്ന് വിളിക്കാൻ പാടില്ല, അത് ക്രിസ്ത്യാനികളുടെ വിളിയാണ്. മാപ്പിളാരെന്ത് വിളിക്കണം? യാ വലിയത്തുല്ലാഹി മറിയം, യാ വലിയത്തുല്ലാഹി മറിയം, അല്ലാഹുവിന്റെ വലിയത്തായിരിക്കുന്ന മറിയം ബീവിയെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ തൗഹീദ്. കൊട്ടപ്പുറം സംവാദത്തിന്റെ ഗ്രൗണ്ടിൽ വെച്ച് ഒരു നേതാവ് പറഞ്ഞ ആദർശമാണിത്. ഇങ്ങനെയുണ്ടോ ഒരു വർഗീയത ഇസ്ലാമിൽ? ഇല്ല, ഇല്ല. ചിലരൊക്കെ അങ്ങനെയാ മനസ്സിലാക്കിയത്. മറ്റോരെ മഠത്തിലും ചർച്ചിലൊക്കെ പോയ ശിർക്ക്, ഇവിടെ വന്ന തൗഹീദ്. അങ്ങനെ ഒന്നുമില്ല. പക്ഷേ അതിപ്പോ ആളുകൾക്ക് ബോധ്യായി, ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി. സമാധാനം കിട്ടണമെന്നുണ്ടെങ്കിൽ സൗഹാർദ്ദം വേണം. സൗഹാർദ്ദം വേണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനികളൊക്കെ ആചാരങ്ങൾ അവരും ചെയ്യാ, നമ്മളുടെ അവരും ചെയ്യാ, അവര് നമ്മളും ചെയ്യാ. ഇങ്ങനെ ഒരു അവിയൽ മുന്നണിയായിട്ട് സൗഹാർദ്ദ അന്തരീക്ഷത്തിലൂടെ പോയാൽ സമാധാനം ഉറപ്പ്. നമ്മുടെ ശൈഖുനാക്ക് അങ്ങനെ തോന്നി. മൂപ്പര് പറഞ്ഞത് എന്താണെന്നറിയോ? സൗഹൃദം എന്നൊരു ലേഖനം എഴുതി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാര്. അദ്ദേഹം സൗഹൃദം എന്ന് പറയുന്ന ഒരു ലേഖനം, ആ ലേഖനത്തിൽ അദ്ദേഹം പറയാണ്, എന്താ പറയുന്നത്? മുസ്ലിമീങ്ങളും മറ്റോരും തമ്മിലുള്ള സൗഹാർദ്ദത്തെ ഒന്ന് മുഴപ്പിച്ച് കാണിക്കാണ്. കേട്ടോളൂ എന്താ പറയുന്നത്. വടക്ക് മഞ്ചേശ്വരം ഉദ്യാവർ മുതൽ കേരളത്തിലെ ഓരോ ഉത്സവങ്ങളെയും നേർച്ചകളെയും എടുത്ത് പരിശോധിച്ചു നോക്കൂ. ഉത്സവങ്ങളിൽ മുസ്ലിമീങ്ങൾക്കും നേർച്ചകളിൽ ഹിന്ദു സഹോദരന്മാർക്കും പങ്കെടുക്കാനുള്ള ചടങ്ങുകൾ തന്നെ കാണാം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സൂഫി വര്യന്മാരുടെ മക്ബറകളും ദർഗകളും അന്നും ഇന്നും സർവമതസ്ഥരുടെ അഭയകേന്ദ്രമാണ്. ആരാ മുസ്ലിമേ ഇത് പഠിപ്പിച്ചത്? അങ്ങനെയുണ്ടോ ഇസ്ലാമിൽ? ഇസ്ലാമിൽ ഇങ്ങനെയുണ്ടോ? മഞ്ചേശ്വരം ഉദ്യാവർ മുതൽ ഈ കേരളത്തിൽ മുഴുവൻ ക്ഷേത്രങ്ങളിലൊക്കെ നമ്മളും പോയിട്ട് കൈകൂപ്പി അവിടുത്തെ ഉത്സവങ്ങളിലൊക്കെ നമുക്ക് ചെയ്യാൻ കുറെ ചടങ്ങ്. നമ്മുടെ പള്ളിയും നമ്മുടെ പുത്തമ്പള്ളിയിലും അതുപോലെ തന്നെ മമ്പറത്തൊക്കെ വന്ന അവിടെ തട്ടും മുട്ടൊക്കെ നടത്തിയിട്ട് ചില ആചാരങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാം. മറ്റൊരുക്കും ഒരു ചടങ്ങ്. ഇതിനെങ്ങനെ സ്വീകരിക്കാനും ഇതാണ് സൗഹാർദ്ദം എന്ന് പഠിപ്പിക്കപ്പെടുമ്പോ തെറ്റിപ്പോയി സഹോദരന്മാരെ. ഇതിൽ മുജാഹിദ് പ്രസ്ഥാനം ഇടപെടുന്നു. എന്തുകൊണ്ട് ഇടപെടുന്നു? നിങ്ങൾ പണ്ടേ മതസൗഹാർദ്ദത്തിനെതിരല്ലേ? അല്ല, എല്ലാവരും തമ്മിലടിപ്പിക്കാനാ. മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ എന്താ പ്രിയപ്പെട്ടവരെ? ഈ രാജ്യത്തുള്ള ഹിന്ദുവും മുസ്ലിമും ഒക്കെ ആചാരങ്ങളെ കൊണ്ടും കൊടുത്തുമുള്ള സൗഹാർദ്ദമാണോ? അല്ലേ, അല്ല. വല്ലാഹി അൽഫ വല്ലാഹി അല്ല. അങ്ങനെ ഒരു സൗഹാർദ്ദം ഇസ്ലാമിലില്ല. അതുണ്ടെങ്കിൽ നമ്മുടെ നേതാവ് ആദ്യം കാണിച്ചു തരും. രാജ്യത്തെ ഏറ്റവും വലിയ കുഴപ്പക്കാരനാണ് മുഹമ്മദുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അബൂജഹൽ പറഞ്ഞപ്പോ അതിന് മറുപടി പറയാൻ വേണ്ടിയെങ്കിലും ഞാൻ അങ്ങനെയൊന്നുമല്ല, ഞാനും നിങ്ങളൊക്കെ തമ്മിലൊരു അഡ്ജസ്റ്റ്മെന്റ് ആവാം എന്ന് വിചാരിച്ചോ നേതാവ്? ഇല്ലല്ലോ. അഡ്ജസ്റ്റ്മെന്റുമായി കൊണ്ട് വന്നവരോട് മുഖത്തു നോക്കിക്കൊണ്ട് കാരുണ്യത്തിന്റെ പ്രവാചകൻ അള്ളാഹുവിന്റെ വഹീന്റെ അടിസ്ഥാനത്തിൽ സംസാരിച്ചു. ലക്കും ദീനുക്കും വലിയ ദീൻ. നിങ്ങൾക്ക് നിങ്ങളുടെ മതം, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എന്റെ മതം, എനിക്ക് എന്റെ മതം. അതിൽ യാതൊരു നിലക്കുള്ള അഡ്ജസ്റ്റ്മെന്റുമില്ല. അതേ അവസരത്തിൽ ആ നേതാവ് ഈ ലോകത്തോട് പറഞ്ഞു, നിന്റെ അയൽക്കാരൻ ക്രിസ്ത്യാനിയായ ജോസഫ് ആണെങ്കിലും ഹൈന്ദവനായ കൃഷ്ണനാണെങ്കിലും ആരാവട്ടെ, ഏത് മതക്കാരനാണെങ്കിലും അയൽക്കാരന്റെ മതം നോക്കാൻ പറഞ്ഞില്ല. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചാഹരിക്കുന്നവൻ യഥാർത്ഥ മുസ്ലിമല്ലെന്ന് അവിടുന്ന് പഠിപ്പിക്കുമ്പോൾ അയൽക്കാരന്റെ മതം നോക്കാൻ പറഞ്ഞില്ല, അവന്റെ ജാതി നോക്കാൻ പറഞ്ഞില്ല. അവന്റെ വീട് ചോർന്നൊലിക്കുമ്പോൾ, അവന്റെ കുട്ടികൾ കഷ്ടപ്പെടുമ്പോൾ, അവൻ ആക്സിഡന്റിൽ പെടുമ്പോൾ, അവന്റെ വീട് കത്തിയെരിയുമ്പോൾ അതൊരു ഹൈന്ദവന്റെതല്ലേ ക്രൈസ്തവന്റെതല്ലേ എന്ന് പറഞ്ഞ് കയ്യും കെട്ടി നോക്കി നിൽക്കുന്നവൻ മുസ്ലിമല്ലല്ലോ. മനുഷ്യരെന്ന നിലക്കുള്ള സ്നേഹമുണ്ട്, സൗഹാർദ്ദമുണ്ട്. കാരുണ്യത്തിന്റെ പ്രവാചകനതാ ഈ ലോകത്തെ ഇടപാടുകൾ അവരോട് നടത്തിയിട്ടില്ലേ? എന്തേ? മദീനയിൽ അള്ളാന്റെ റസൂലിന് ഗോതമ്പ് കടം കൊടുക്കാൻ ആളില്ലാത്തത് കൊണ്ടാണോ? അതാ നേതാവ് വഫാത്താകുമ്പോ തന്റെ പടയങ്കി ഒരു ജൂതന്റെ വീട്ടിൽ പണയപ്പെടുത്തിക്കൊണ്ടല്ലേ അവിടുന്ന് അല്പം ഗോതമ്പ് കടം വാങ്ങിയിട്ടുള്ളത്. അതാ ആ നിലക്ക് ഒരു യഹൂദിയോട് ഇടപാട് നടത്തുമ്പോ അതവന്റെ ആദർശം നോക്കേണ്ടതില്ല, അവന്റെ മതം നോക്കേണ്ടതില്ല. ഭൗതികമായ കാര്യങ്ങളിൽ മനുഷ്യരെന്ന നിലക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായങ്ങൾ ആവശ്യമായി വരും, സൗഹാർദ്ദങ്ങൾ ആവശ്യമായി വരും. അവിടെ മതം നോക്കണ്ട, അവിടെ ജാതി നോക്കണ്ട. എല്ലാവരും മനുഷ്യരെന്ന നിലക്ക് കാരുണ്യം കാണിക്കണം, സ്നേഹം കാണിക്കണം എന്ന് പഠിപ്പിച്ച നേതാവ് ഒരൊറ്റ
ഒരൊറ്റ അവസരത്തിലും ഒരു ജൂതന്റെ ആഘോഷത്തിൽ പങ്കെടുത്തുവോ, ക്രിസ്ത്യാനിയുടെ ആഘോഷത്തിൽ പങ്കെടുത്തോ, മുശ്രിക്കിന്റെ ഉത്സവത്തിൽ പങ്കെടുത്തോ, അവന്റെ വേലകളിൽ പങ്കെടുത്തോ, അവന്റെ ജാരൂപത്തിലുള്ള വിഗ്രഹങ്ങളെ കൊളുത്തിയിട്ടുള്ള സ്ഥാപിച്ചിട്ടുള്ള കേന്ദ്രങ്ങളിലേക്ക് പോയോ, അതിനെ ഒന്ന് കൈകൊണ്ടാങ്യം കാണിക്കുകയെങ്കിലും ചെയ്തോ, അതിനെ നമിക്കാൻ പറഞ്ഞു പോയില്ലല്ലോ. സൗഹാർദ്ദമെന്ന് പറയുന്നത് ആദർശങ്ങൾ കൊണ്ടും കൊടുത്തുമായിരിക്കൂടാ. മനുഷ്യർ തമ്മിൽ സൗഹാർദ്ദം, സ്നേഹം, അതാ ഇസ്ലാം പറയുന്നത്, അതാ മുജാഹിദ് പ്രസ്ഥാനം പറയുന്നത്. അതിലാർക്കാ തർക്കം? എല്ലാവരും എല്ലാവരുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കട്ടെ. ഒരു ക്ഷേത്രവും തകർക്കപ്പെട്ടുകൂടാ, ഒരു പള്ളിയും ആക്രമിക്കപ്പെട്ടുകൂടാ. ഒരു ആരാധ്യനായ നാഥന്റെ മുമ്പിൽ നമിക്കുമ്പോൾ ഒരാളും പോയി ഒരു നിലക്കും ചെയ്യരുത്, ആക്രമിക്കരുതെന്ന് പഠിപ്പിച്ചില്ലേ നേതാവ്? യുദ്ധത്തിന് വേണ്ടി സ്വഹാബത്തിനെ പറഞ്ഞേക്കുമ്പോൾ വരെ പറഞ്ഞു, സ്ത്രീകളെ കൊല്ലരുത്, കുട്ടികളെ കൊല്ലരുത്. ചർച്ചുകളിലും മഠങ്ങളിലുമൊക്കെ ആരാധനകൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന പാതിരിമാർ, ബിഷപ്പുമാര്, പോപ്പുമാര് ആക്രമിക്കരുതെന്ന് പറഞ്ഞില്ലേ? ഇസ്ലാമിന്റെ സൗഹാർദ്ദം അവിടെയാണ്. പക്ഷേ എന്ന് വിചാരിച്ച് അതാ നിങ്ങളുടെ ആചാരങ്ങളൊക്കെ നിങ്ങളുടെ അമ്പലത്തിൽ ഉത്സവം ഉണ്ടാവുമ്പോൾ ഞങ്ങളും തേങ്ങ തരാ, ഞങ്ങളും അവിടെ വന്നൊന്ന് കുമ്പിടാ, ഞങ്ങളുടെ വക അവിടേക്ക് എല്ലാ സപ്പോർട്ടും. ഇവിടെ ഞങ്ങളുടെ പള്ളിയിൽ ഞങ്ങളുടേതായ ഈ ദർഗയിലൊക്കെ പരിപാടി ഉണ്ടാവുമ്പോൾ നിങ്ങളും വരിക, ഒന്ന് ചെണ്ടക്കൊന്ന് മുട്ടുക, ഒന്ന് വലം വെക്കുക, ഒന്ന് തുള്ള, ഒന്ന് കോയിനർക്കുക, ഒന്ന് ചോരൊക്കെ കുടിക്കാവുന്ന മദ്യൊക്കെ വിളമ്പ. ഇങ്ങനെ ഒരു സംവിധാനം ഇല്ല. അങ്ങനെ ഒരു സൗഹാർദ്ദം ഇസ്ലാമിൽ ഇല്ല. ആദർശത്തിന്റെ കാര്യം വരുമ്പോൾ ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എന്റെ മതം. അതേ അവസരത്തിൽ മാനുഷിക പ്രശ്നം വരുമ്പോൾ നീ ഹിന്ദുവാണ്, നിന്നെ ഞാൻ സഹായിക്കില്ല, നീ ക്രിസ്ത്യാനിയാണ്, നിന്നെ ഞാൻ സഹായിക്കില്ല. നേതാവ് അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം ഏറ്റവും വലിയ സൗഹാർദ്ദത്തിന്റെ മാതൃക ലോകത്ത് മുഴുവൻ, അതാ ആഗോളതലത്തിൽ തന്നെ സലഫി പ്രസ്ഥാനം അതിന്നും നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്.